اوكي ان شاء الله. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد, ബഹുമാനപ്പെട്ട KAMA ഭാരവാഹികളെ, മറ്റു വിദ്യാർത്ഥിനികളെ, രണ്ടാമത്തെ ക്ലാസ് ആയതുകൊണ്ട് ആമുഖമൊന്നും പറയുന്നില്ല. കഴിഞ്ഞ ക്ലാസ് കൃത്യമായി വീണ്ടും കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്നും അടുത്ത ക്ലാസ്സിലുമായിട്ട് ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ അലാമാത്തുൽ ഇഅ്റാബിൽ ഫർഇയ്യ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ധാരാളം ചോദ്യങ്ങൾ ഇതുമായി കണക്റ്റഡ് ഉള്ള, ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച അതതിൽ പോലും ചോദ്യം വന്നതിൽ കുറെ ചോദ്യത്തിന് ആൻസർ മനസ്സിലാക്കണമെങ്കിൽ ഈ അലാമാത്തുൽ ഇഅ്റാബിൽ ഫർഇയ്യയുമായി ബന്ധപ്പെട്ടത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ എന്താണ് ഈ അലാമാത്തുൽ ഇഅ്റാബിൽ ഫർഇയ്യ, എന്താണ് അസ്ലിയ്യ എന്ന് പറഞ്ഞ് നമുക്കങ്ങ് തുടങ്ങിയിട്ട് ഏതൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് പറയാം. ഇഅ്റാബ് എന്ന് പറയുന്നത് റഫ്ഇ, നസ്ബ്, ജർറ്, ജസ്മാണ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ, ആമുഖമായിട്ടൊന്ന് ജസ്റ്റ് സൂചിപ്പിക്കുന്നേ ഉള്ളൂ. റഫ്ഉം നസ്ബും ഇസ്മിലും ഫിഅലിലും ഉണ്ടാകും. ജർറ് ഇസ്മിൽ മാത്രം വരുന്ന ഇഅ്റാബും ജസ്മ് ഫിഅലിൽ മാത്രം വരുന്ന ഇഅ്റാബുമാണ്. അപ്പൊ ഇഅ്റാബുകൾ ഏതാന്ന് ചോദിച്ചാൽ റഫ്ഇ, നസ്ബ്, ജർറ്, ജസ്മി 4 എണ്ണമാണല്ലോ. ഈ ഇഅ്റാബിന് എന്ത് അലാമത്ത്, എന്ത് അടയാളമാണ് സാധാരണഗതിയിൽ നമ്മൾ കൊടുക്കാറുള്ളത്? റഫ്ഇന് എന്താണ് കൊടുക്കാറ്? നസ്ബിന് എന്താണ് കൊടുക്കാറ്? ജർറിന് എന്താണ് കൊടുക്കാറ്? ജസ്മിന് എന്താണ് കൊടുക്കാറ്? ആ കൊടുക്കുന്നതിനാണ് അസ്ലിയായ ഇഅ്റാബ് എന്ന് പറയാം. ഇപ്പൊ റഫ്ഇ ലമ്മത്ത് കൊണ്ടാണ് സാധാരണയിൽ ചെയ്യാം, നസ്ബ് ഫതഹത്ത് കൊണ്ടാണ്, ജർറ് കസ്റത്ത് കൊണ്ടാണ്, ജസ്മ് സുക്കൂന് കൊണ്ടാണ്. ഈ ഇഅ്റാബിനാണ് അലാമാത്തുൽ ഇഅ്റാബിൽ അസ്ലിയ എന്ന് പറയാം. അപ്പൊ ഇത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും, നമ്മൾ പഠിച്ചതുമാണ്. എന്നാൽ സൗണ്ട് കുറവുണ്ടോ? കുറവുണ്ട് എന്ന് പറയുന്നവരാ? ഇല്ല സാർ, ക്ലിയർ ആണ്. അവരുടെ ലൈനായി ശ്രദ്ധിക്കണേ. റുബിൻ ഷാ, ഒന്ന് കുറവ് എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ ഒന്ന് അറിയിക്കാൻ കേട്ടോ. കാരണം അത് ഓരോരുത്തർ ചിലപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അവർക്കുള്ള റേഞ്ചിന്റെ ഇഷ്യൂ ഒക്കെ ഉണ്ടാവുമ്പേ. ഓക്കെ, അപ്പൊ ലമ്മത്ത് കൊണ്ട് റഫ്ഇ, ഫതഹത്ത് കൊണ്ട് നസ്ബ്, കസ്റത്ത് കൊണ്ട് ജർറ്, സുക്കൂന് കൊണ്ട് ജസ്മ്. എന്നാൽ ഇതിന് വിഭിന്നമായിക്കൊണ്ട് ലമ്മത്ത് കൊണ്ടായിരിക്കില്ല റഫ്ഇ, മറ്റൊന്നു കൊണ്ടായിരിക്കാം. ഫതഹത്ത് കൊണ്ടാവില്ല നസ്ബ്, വേറെ എന്തെങ്കിലും ആവും. അങ്ങനെ ഓരോന്നിലും എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുന്ന അലാമത്തുകൾക്കാണ് അലാമാത്തുൽ ഇഅ്റാബുൽ ഫർഇയ്യ എന്ന് പറയാം. യഥാർത്ഥത്തിൽ വരുന്ന ലമ്മത്ത് കൊണ്ടായിരിക്കില്ല റഫ്ഇ, വേറെ എന്തെങ്കിലും ആവാം. ഫതഹത്ത് കൊണ്ടാവില്ല നസ്ബ്, മറ്റെന്തെങ്കിലും ആവാം. കസ്റത്ത് കൊണ്ടാവില്ല ജർറ്, വേറെ എന്തെങ്കിലും ആവാം. സുക്കൂന് കൊണ്ടാവില്ല ജസ്മ്, വേറെ എന്തെങ്കിലും ആവാം. ഇതിനാണ് അലാമാത്തുൽ ഇഅ്റാബിൽ ഫർഇയ്യ എന്ന് പറയാം. അപ്പൊ ആ ഏതൊക്കെയാണ് അലാമാത്തുൽ ഇഅ്റാബിൽ ഫർഇയ്യയിൽ വരുന്നത് എന്നും അതിന് എന്താണ് വ്യത്യാസം വരുന്നത് എന്നും കൃത്യമായിട്ട് മനസ്സിലാക്കല് ഏതൊരു പരീക്ഷയ്ക്കും നമുക്ക് അത്യാവശ്യമാണ്. പലതും അതുമായി കണക്റ്റഡ് ആയിട്ട് തിരിച്ചും മറിച്ചുമാണ് ചോദിക്കാറുള്ളത്. അപ്പൊ യഥാർത്ഥത്തിൽ അങ്ങനെ ഫർഇയായ ഇഅ്റാബിന്റെ അലാമത്തിൽ പ്രധാനമായിട്ട് വരുന്നത് ആ 7 എണ്ണമാണ്. 7 എണ്ണത്തിന് യഥാർത്ഥ ഈ പറഞ്ഞ അസ്ലിയായതല്ല ഇഅ്റാബ് വ്യത്യാസപ്പെട്ടുകൊണ്ട് വരുന്നതാണ്. 5 എണ്ണം ഇസ്മിലും 2 എണ്ണം ഫിഅലിലും വരുന്നതാണ്. ഒന്ന് അസ്മാഉൽ ഖംസയാണ്, മറ്റൊന്ന് മുസന്നയാണ്, ജമ്മ് മുദക്കർ സാലിം, ജമ്മ് മുഅന്നസ് സാലിം, മംനൂ മിന സർഫ്, ഫിഅലുൽ മുളാരിഉൽ മുഅ്തലുൽ ആഖിർ, അഫ്ആൽ ഖംസ. ആദ്യത്തെ 5 അസ്മാഉൽ ഖംസ, മുസന്ന, ജമുദക്കർ സാലിം, മുഅന്നസ് സാലിം, മംനൂ മിന സർഫ്. ഇത് 5ഉം ഇസ്മുകളെ കൂട്ടത്തിലും അവസാനം മുഅ്തലായ മുളാരിയായ ഫീൽ അഫ്ആൽ ഖംസ, ഈ 2 എണ്ണം ഫീലുകളെ കൂട്ടത്തിലും. അങ്ങനെ ഈ സ്ക്രീനിൽ കാണുന്ന 7 എണ്ണത്തിനും ഫർഇയായ ഇഅ്റാബ് അലാമത്തുകളല്ല വരുന്നത്, അസ്ലിയായ അലാമത്തല്ല വരുന്നത്, ഫർഇയായ അലാമത്തുകളാണ്. അപ്പൊ അസ്മാഉൽ ഖംസ എന്താണ്, അതിന്റെ ഇഅ്റാബ് എങ്ങനെ വരും? തസ്നി എന്താണ്, അതിന്റെ ഇഅ്റാബ് എങ്ങനെ വരും? അങ്ങനെ ഓരോന്നും അത് എന്താണെന്നും അതിന്റെ ഇഅ്റാബ് എങ്ങനെ വരുമെന്നും കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ എല്ലാ പരീക്ഷകൾക്കും നമുക്കത് വലിയ ഉപകാരമായിരിക്കും എന്ന് മനസ്സിലാക്കുക. നമുക്കതിൽ ഒരു 4 എണ്ണം ഇന്നും ബാക്കി അടുത്ത ക്ലാസ്സിലുമായിട്ട് പഠിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. 7ഉം കൃത്യമായിട്ട് മനസ്സിലാക്കണം, മാറിപ്പോവരുത്. അപ്പൊ ഒന്നാമത്തെ അസ്മാഉൽ ഖംസയിലേക്ക് കടക്കാം. അസ്മാഉൽ ഖംസ എന്ന് പറയുന്നത് 5 ഇസ്മുകളാണ്. അബ്, അഹ്, ഹമ്, ഫു, ദു. ഈ അബ്, അഹ്, ഹമ്, ഫു എന്ന് പറഞ്ഞാൽ വായ്ക്ക് പറയുന്ന ഫമ്, ദു സ്വാഹിബ് എന്ന അർത്ഥത്തിൽ ദു. ഇതിനാണ്, ഈ 5 ഇസ്മുകൾക്കാണ് അസ്മാഉൽ ഖംസ എന്ന് പറയാം.
ഇതിന് റഫ് ചെയ്യുന്നത് ലമ്മത്ത് കൊണ്ടല്ല, വാവ് കൊണ്ടാണ് റഫ്. സാധാരണയിൽ അസ്ലിയായത് നമ്മൾ പറഞ്ഞു ലമ്മത്ത് കൊണ്ടാണ്, എന്നാൽ ഫറഈ ആയതായതുകൊണ്ട് ലമ്മത്ത് കൊണ്ടല്ല, വാവ് കൊണ്ട് റഫ്, അലിഫ് കൊണ്ട് നസ്ബ്, യാ കൊണ്ട് ജർ. അപ്പൊ അസ്മാഉൽ ഹംസക്ക് എന്താണ് ഇറാബ് എന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിൽ വരണം വാവ് കൊണ്ട് റഫ്, അലിഫ് കൊണ്ട് നസ്ബ്, യാ കൊണ്ട് ജർ എന്നുള്ളത് വരണം ഈ 5 ഇസ്മുകൾക്ക്, അബ്, അഹ്, ഹമ്, ഫുലു എന്നിവർക്ക്. ഇപ്പൊ ജാ അബു മുഹമ്മദിൻ, മുഹമ്മദിന്റെ പിതാവ് വന്നു. ഇവിടെ ജാ എന്നതിന്റെ ഫാഇലിന്റെ സ്ഥാനത്താണ് അബ്. അപ്പൊ ഫാഇൽ ആകുമ്പോൾ റഫ് വേണം. ഇവിടെ റഫ് എങ്ങനെ? അബ് എന്നത് ഇറാബ് പറയുമ്പോൾ ഫാഇലുൻ മർഫൂം ബിൽ വാവി ലിഅന്നഹു അസ്മിനൽ അസ്മാഇൽ ഖംസ, അസ്മാഇൽ ഖംസയിൽ പെട്ടതുകൊണ്ട് അബ് എന്നതിന് വാവ് കൊണ്ട് റഫ് ആണ്. റഅയ്തു അഹാ മുഹമ്മദ്, ഇവിടെ മഫ്ഊലായപ്പോ ആരാണ്? ഒന്ന് മ്യൂട്ട് ചെയ്യണേ. റഅയ്തു അഹാ മുഹമ്മദ്, ആരുടേതാണത്? അലിയ എന്താ? ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ഓക്കെ. റഅയ്തു അഹാ മുഹമ്മദിൻ, അവിടെ അഹ എന്നത് മഫ്ഊലും ബിഹി, മഫ്ഊലും ബിഹി ആയതുകൊണ്ട് അലിഫ് കൊണ്ട് നസ്ബാണ്. സമയത്തു ആദാമിൻ ഫീഹി, അവിടെ ഫീഹി എന്നുള്ളത്, ഫീ എന്നത് മജ്റൂർ ആയതുകൊണ്ട് യാ കൊണ്ട് ജറാണ്. സമയത്തു ആദാമിൻ ഫീ എന്ന് പറഞ്ഞാൽ ഞാൻ അത് അദ്ദേഹത്തിന്റെ വായിൽ നിന്നാണ് കേട്ടത്. അവിടെ ഫീ എന്നുള്ളത് വാ എന്നർത്ഥമാണ്. അപ്പൊ വായിൽ നിന്ന് കേട്ടു, ഫീഹി, അവിടെ യാ കൊണ്ട് ജർ. ഇങ്ങനെ അസ്മാഉൽ ഹംസന്റെ ഇറാബ് വാവ് കൊണ്ട് റഫ്, അലിഫ് കൊണ്ട് നസ്ബ്, യാ കൊണ്ട് ജർ എന്നുള്ളതാണ്. വല്ലാഹു ദുൽ ഫദ്ലിൽ അലീം, അവിടെ വല്ലാഹു മുബ്തദയാണ്, ദു എന്നതിന്റെ ഖബറാണ്, ഖബർ റഫ് ആണ്, വാവ് കൊണ്ട് റഫ് ആണ്. ഇത്രയും ക്ലിയർ ആണോ? ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി ഓക്കെ ആണെങ്കിൽ. മൈക്കാരും ഓണാക്കണ്ട. ഓക്കെ. അപ്പൊ അസ്മാഉൽ ഹംസ എന്താന്ന്, ഏതൊക്കെയാന്ന് പഠിച്ചു. അസ്മാഉൽ ഹംസയുടെ ഇറാബ് എന്താന്ന് പഠിച്ചു. ഇനി എപ്പം നമ്മൾ ചിന്തിക്കുകയാണെങ്കിലും വാവ് കൊണ്ട് റഫ്, അലിഫ് കൊണ്ട് നസ്ബ്, യാവ് കൊണ്ട് ജറാണ് അസ്മാഉൽ ഹംസക്ക്. അത് എല്ലാം കൂടി ഒരുമിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ആയി പോയത്. ഓരോന്നും കൃത്യമായിട്ട് പഠിക്കണം. പിന്നെ ആരും മൈക്ക് ഓൺ ആക്കിയിട്ട് പറയരുത്, മെസ്സേജ് മാത്രമേ അയക്കാവൂ. എല്ലാവരും കൂടി മൈക്ക് ഓൺ ആക്കിയാൽ ബുദ്ധിമുട്ടാവും. അപ്പോ ആ ഒരു എന്താ അലിമാവ് എന്ന് കാണുന്ന ആളാണ്, അദ്ദേഹമാണ് ഇങ്ങനെ ഓൺ ആക്കുന്നത്. നിങ്ങളെ മൈക്കും ക്യാമറയും ഒക്കെ ഓൺ ആവുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിക്കാം. കാരണം ഒരുപാട് ആളുകൾ ഉണ്ടാവുമ്പോൾ എല്ലാവർക്കും അത് പ്രയാസമാവും. ഓക്കെ. ഇനി അപ്പൊ എന്തൊക്കെയാണ് ഇറാബും പഠിച്ചു. അവിടെ ശ്രദ്ധിക്കേണ്ടത്, ഈ പറയപ്പെട്ട രൂപത്തിൽ അസ്മാഉൽ ഹംസ എന്ന രൂപത്തിൽ ഇതിന് ഇറാബ് കിട്ടണമെങ്കിൽ ഒരു ഷർത്തുണ്ട്. അപ്പൊ നമ്മൾ അസ്മാഉൽ ഹംസക്ക് എന്താ ഇറാബ് എന്ന് പഠിക്കും, അത് ഏതൊക്കെയാണെന്ന് പഠിക്കും. അപ്പൊ കാണുന്ന സ്ഥലത്തൊക്കെ അങ്ങനെയാണ് ഇറാബ് എന്ന് ചിന്തിക്കുമ്പോൾ പരീക്ഷയ്ക്ക് തെറ്റും. ഇങ്ങനെ ഇറാബ് ചെയ്യാനുള്ള ഒരു ഷർത്ത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അൻ തുലീഫൽ അസ്മാഉ ലിഗൈരി ആയി മുത്തക്കല്ലിം, മുത്തക്കല്ലിമിന്റെ യാ ഉണ്ടല്ലോ, എന്റെ എന്ന് പറയാൻ ഉപയോഗിക്കുന്നത്. അപ്പൊ കലമുൻ പേന, കലമി, എന്റെ പേന, ആ യാഇനാണ് മുത്തക്കല്ലിമിന്റെ യാ എന്ന് പറയാം. മുത്തക്കല്ലിമിന്റെ യാ അല്ലാത്തതിലേക്ക് ഇലാഫത്ത് ചെയ്തണം. ഒന്നുകൂടി, മുത്തക്കല്ലിമിന്റെ യാ അല്ലാത്തതിലേക്ക് ഇലാഫത്ത് ചെയ്തു വരണം. ഇപ്പൊ 2 കണ്ടീഷനാണ് വരുന്നുണ്ട്. ഒന്ന് ഇലാഫത്ത് ചെയ്ത് വരണം, രണ്ടാമത്തത് മുത്തക്കല്ലിമിന്റെ യാ ആകരുത്. അല്ലെ? മുത്തക്കല്ലിമിന്റെ യാ അല്ലാത്തതിലേക്ക് ഇലാഫത്ത് ചെയ്തു വരാന്ന് പറയുമ്പോൾ ഇലാഫത്ത് ചെയ്യണമെന്നുമായി, ആ മുലാഫ് ഇലഹി ആയിട്ട് വരുന്നത് മുത്തക്കല്ലിമിന്റെ യാ ആവരുതെന്നുമായി. അപ്പൊ സത്യത്തിൽ ഈ അസ്മാഉൽ ഹംസയിൽപ്പെട്ട ഈ അബ്, അഹ് പോലത്തെ പദങ്ങൾക്ക് 3 രൂപം ഉണ്ടാകും. ഒന്ന് ഇലാഫത്ത് ഇല്ലാത്ത രൂപം, മറ്റൊന്ന് മുത്തക്കല്ലിമിന്റെ യായിലേക്ക് ഇലാഫത്ത് ചെയ്തത്, മറ്റൊന്ന് മുത്തക്കല്ലിമിന്റെ യാ അല്ലാത്ത അബൂക്ക. ഞാൻ ഉദാഹരണം കൊടുത്ത ഇനി അബൂഹുന്നോ, അബൂഹാനോ, അബൂ മുഹമ്മദിന്നോ, അബൂ ലഹബുന്നോ ഏതുമാക്കാം. മുത്തക്കല്ലിമിന്റെ യാ അല്ലാത്തയിലേക്ക് ഇലാഫത്ത് ചെയ്തത് 3 രൂപം. ഒന്ന് മുത്തക്കല്ലിമിന്റെ യായിലേക്ക് ഇലാഫത്ത്, അല്ല ഇലാഫത്തേ ഇല്ല. 2 മുത്തക്കല്ലിമിന്റെ യായിലേക്ക് ഇലാഫത്ത് ചെയ്തത്. 3 മുത്തക്കല്ലിമിന്റെ യാ അല്ലാത്തതിലേക്ക് ഇലാഫത്ത് ചെയ്തത്. നമ്മൾ പറഞ്ഞ ഷർത്ത് മുത്തക്കല്ലിമിന്റെ യാ അല്ലാത്തതിലേക്ക് ഇലാഫത്ത് ചെയ്തു വരണമെന്നാണ്. അപ്പൊ ഇവിടെ 3ാമത്തത് മാത്രമാണ് മുത്തക്കല്ലിമിന്റെ യാ അല്ലാത്തതിലേക്ക് ഇലാഫത്ത് ചെയ്തത്. കാരണം 1ാമത്തതിൽ ഇലാഫത്തേ ഇല്ല. അവിടെ അസ്മാഉൽ ഹംസയുടെ വാവ് കൊണ്ട് റഫ്, അലിഫ് കൊണ്ട് നസ്ബ്, യാ കൊണ്ട് ജർ എന്ന ഇറാബില്ല. 2ാമത്തത് മുത്തക്കല്ലിമിന്റെ യായിലേക്കാണ് ഇലാഫത്ത്. അവിടെയും ഈ പറയപ്പെട്ട അസ്മാഉൽ ഹംസയുടെ ഇറാബില്ല. അസ്മാഉൽ ഹംസയുടെ ഇറാബ് കിട്ടണമെങ്കിൽ
മൂന്നാമത് വന്ന മുത്തക്കല്ലിമിന്റെ യാ അല്ലാത്തതിലേക്ക് ഇലാഫത്ത് ചെയ്തു വരണം. അപ്പൊ ഒന്നാമത്തേൽ സാധാരണ പോലെ ഇലാഫത്ത് ഇല്ലാത്തതിൽ സാധാരണ പോലെ അസുലിയായ ഇറാബാണ് വരിക. രണ്ടാമത്തതിൽ മുഖദ്ദറത്തായ, നമ്മൾ മഖ്സൂറൊക്കെ പഠിക്കുന്ന രൂപത്തിലുള്ള മുഖദ്ദറത്തായ ഇറാബ്. അപ്പൊ റഫ്ഇന്റെ സമയത്ത് മുഖദ്ദറത്തായ ലമ്മത്തായിരിക്കും, നസ്ബിന്റെ സമയത്ത് മുഖദ്ദറത്തായ ഫതഹത്തായിരിക്കും, ജെറിന്റെ സമയത്ത് മുഖദ്ദറത്തായ കസ്റത്തായിരിക്കും. മുത്തക്കല്ലിമിന്റെ യായിലേക്കാണെങ്കിൽ വാവ് കൊണ്ട് റഫ്, അലിഫ് കൊണ്ട് നസ്ബ്, യാ കൊണ്ട് ജെറ് എന്ന ഫറഇയായ അലാമത്ത് കൊണ്ട് അസ്മാഉൽ ഹംസ എന്നതിന് ഇറാബ് കിട്ടണമെങ്കിൽ മുത്തക്കല്ലിമിന്റെ യാ അല്ലാത്തതിലേക്ക് ഇലാഫത്ത് ചെയ്ത് വരണം എന്നുള്ളതാണ്. ക്ലിയർ ആണോ? ഉദാഹരണം പറയൂ. ഓക്കെ. ഇപ്പൊ ജാ അൽ അബു, അവിടെ അബ് എന്നത് ഇലാഫത്ത് ഇല്ലാതെയാണ്. ജാ അബി, എന്റെ പിതാവ് വന്നു. ജാ അബൂക്ക, നിന്റെ പിതാവ് വന്നു. മൂന്നും ഫായിലാണ്. പക്ഷെ ഒന്നാമത്തതിൽ അർ റഫ്ഉ ബി ലമ്മത്തിൽ ലാഹിറയാണ്, കാരണം ഇലാഫത്ത് ഇല്ല. രണ്ടാമത്തതിൽ അർ റഫ്ഉ ബി ലമ്മത്തിൽ മുഖദ്ദറയാണ്, കാരണം മുത്തക്കല്ലിമിന്റെ യായിലേക്ക് ഇലാഫത്ത് ചെയ്തു. മൂന്നാമത്തതിൽ അർ റഫ്ഉ ബിൽ വാവാണ്, കാരണം അതാണ് മുത്തക്കല്ലിമിന്റെ യാ അല്ലാത്തതിലേക്ക് ഇലാഫത്ത് ചെയ്തു വന്നിട്ടുള്ള അസ്മാഉൽ ഹംസയിൽ പെടുന്നത്. അതിന് മാത്രമാണ് ഈ പറയപ്പെട്ട വാവ് കൊണ്ട് റഫ്, അലിഫ് കൊണ്ട് നസ്ബ്, യാ കൊണ്ട് ചെറ് എന്നുള്ളത്. അപ്പൊ അസ്മാഉൽ ഹംസ എന്ന് കാണുമ്പോഴേക്ക് ഇറാബ് ഇതാന്ന് ചിന്തിക്കരുത്. ആ അസ്മാഉൽ ഹംസയുടെ ഷർത്തിൽ അത് വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ടേ ഇറാബ് പറയാൻ പറ്റൂ എന്നർത്ഥം. കുറച്ച് ഖുർആൻ ഉദാഹരണങ്ങൾ കാണാം. അബൂന ഷെയ്ഖുൻ കബീർ, ഇത് മുത്തക്കല്ലിമിന്റെ അല്ലാത്തയിലേക്ക് ഇലാഫത്ത് ചെയ്ത് വന്ന പദമാണ്. അബൂന ഷെയ്ഖുൻ കബീർ എന്ന് പറയുന്ന പിന്നെ അബൂന, ഞങ്ങളുടെ പിതാവ്. ഇപ്പൊ ന എന്നതാണ് മുലാഫിൻ ഇലൈഹി, അത് മുത്തക്കല്ലിമിന്റെ അല്ല. മൂസാ നബി അലൈഹി സ്വലാമിനോട് രണ്ട് സഹോദരിമാര് സംഭവം ഉണ്ടല്ലോ, മദിയനിലേക്ക് പോയപ്പോ അവിടെ വെള്ളം കോരുന്ന രംഗം, രണ്ട് പെൺകുട്ടികൾ മാറി നിൽക്കുന്ന, ബാക്കിയുള്ളവര് കിണറ്റുന്ന വെള്ളം കോരുന്നു. അപ്പൊ മൂസാ നബി പോയി അന്വേഷിച്ചപ്പോ അവര് പറഞ്ഞ കാര്യങ്ങളെ കൂട്ടത്തിൽ അബൂന ഷെയ്ഖുൻ കബീർ എന്ന് കാണുന്ന അവിടെ അബു എന്നത് മുബ്തദയാണ്. അത് മുബ്തദ മർഫൂം ബിൽ വാവി, കാരണം അത് ഈ പറഞ്ഞ ഷർത്ത് ഒത്തിട്ടുണ്ട്. മുത്തക്കല്ലിമിന്റെ അല്ലാത്തയിലേക്ക് ഇലാഫത്ത് ചെയ്തു വന്നു. വദ്കുർ അഹാ ആദിൻ ഇദാ അൻദറകൗമഹു, ഹൂദ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം പറയുന്ന സമയത്ത് വദ്കുർ, നിങ്ങൾ ഓർക്കണം പ്രവാചകരെ. ആരെ ഓർക്കണം? അഹാ ആദിൻ. അവിടെ അഹാ എന്നുള്ളത് മഫ്ഊലും ബിഹി മൻസൂബും ബിൽ അലിഫി, കാരണം അത് മുത്തക്കല്ലിമിന്റെ അല്ലാത്തയിലേക്ക് ഇലാഫത്ത് ചെയ്തു വന്നു. അതിന്റെ മുദാഫിൻ ഇലൈഹി ആയിട്ട് വന്നിട്ടുള്ളത് ആദ് എന്നതാണ്. ഫതവഅത് ലഹു നഫ്സുഹു ഖത്ല അഖീഹി, കാബീൽ ഹാബീലിനെ കൊല്ലുന്ന സമയത്ത് കാബീലിന് ഹാബീലിനെ കൊല്ലാൻ അല്ലാഹു തആല അത് പിശാച് എന്ത് ചെയ്തു? ഹസനായി കാണിച്ചു കൊടുത്തു, നല്ലതാണെന്ന് തോന്നിപ്പിച്ചു കൊടുത്തു. അപ്പൊ തവഅത് ലഹു നഫ്സുഹു ഖത്ല അഖീ, തന്റെ സഹോദരനെ കൊല്ലൽ അദ്ദേഹത്തിന് നല്ലതായി തോന്നി. അവിടെ ഖത്ല അഖീഹി, അഹ് എന്നത് മുദാഫിൻ ഇലൈഹിയാണ്, അത് മജ്റൂറും ബിൽ യാ ആണ്, കാരണം അസ്മാഉൽ ഹംസയിൽ പെട്ടു. അത് മുത്തക്കല്ലിമിന്റെ യാ അല്ലാത്തയിലേക്ക് ഇലാഫത്ത് ചെയ്ത് വന്നിട്ടുണ്ട്, കാരണം അതിന്റെ മുദാഫിൻ ഇലൈഹി എന്നതാണ്. അപ്പൊ ഇവിടെ ഒക്കെ വാവ് കൊണ്ട് റഫ്, അലിഫ് കൊണ്ട് നസ്ബ്, യാ കൊണ്ട് ജെറ് കിട്ടുന്ന സ്ഥലത്തിൽ പെട്ടതാണ് നമ്മൾ ആ പറഞ്ഞ ഷർത്ത് ഒത്തിട്ടുണ്ട്. ഇതാണ് ഒരു 3 ഉദാഹരണങ്ങൾ. ഇനി ഷർത്ത് ഒക്കാത്ത സ്ഥലങ്ങളും പറയാം. വലഹു അഹുൻ ഔ ഉഖ്തുൻ ഫലികുല്ലി വാഹിദിൻ മിൻഹുമ സുദുസ്, ഈ സ്വത്തോരി വെക്കുന്ന സ്ഥലത്ത് അവിടെ പറയുന്നുണ്ട് സഹോദരനും സഹോദരിയും ഉണ്ടെങ്കിൽ ഓരോരുത്തർക്കും സുദുസ് ഉണ്ട് എന്ന് പറയുന്നു. അവിടെ വലഹു അഹുൻ, അഹുൻ എന്നുള്ളത് മുബ്തദാ മുഅഖറാണ്, പക്ഷെ അത് ലമ്മത്ത് കൊണ്ടാണ് റഫ്, അത് വാവ് കൊണ്ടല്ല, കാരണം അവിടെ ഇലാഫത്ത് ഇല്ല, മുദാഫായിട്ടല്ല അത് വന്നത്. ഇന്നലഹു അബൻ ഷെയ്ഖൻ കബീറ, അദ്ദേഹത്തിന് പ്രായമുള്ള ഒരു പിതാവുണ്ട് എന്ന് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിൽ സൂറത്ത് യൂസുഫിൽ അവിടെ പറയുന്നുണ്ട്. യൂസുഫ് നബി അലൈഹി ഇസ്ലാം ബിനിയാമീൻ അവിടെ പിടിച്ചു വെക്കുന്ന രംഗത്ത് ആ സമയത്ത് ബിനിയാമീൻ എങ്ങനെങ്കിലും രക്ഷപ്പെടുത്തി യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി സഹോദരന്മാര് ശ്രമിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, സഹോദരന്മാര് ഒരു പ്രായമുള്ള പിന്നെ ഒരു പിതാവുണ്ട് അദ്ദേഹത്തിന് എന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ ഇന്നലഹു, അദ്ദേഹത്തിനുണ്ട്. അവിടെ ഇന്നയുടെ ഇസ്മാണ് അബൻ എന്നുള്ളത്. ആ അബൻ മൻസൂബും ബിൽ ഫതഹത്താണ്, അവിടെ എന്തല്ല, അലിഫ് കൊണ്ടല്ല, കാരണം അതും ഇലാഫത്തില്ല. കാല തൂനി ബി അഖിൻ ലക്കും, ഇതും സൂറത്ത് യൂസുഫിൽ തന്നെയാണ്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കൽ സഹോദരന്മാർ ആദ്യം വന്ന സമയത്ത് അവരെ പറഞ്ഞയക്കുന്ന സമയത്ത് വീണ്ടും പറയുന്നുണ്ട്, നിങ്ങൾ എന്താക്കണം, പിന്നെ സഹോദരനെ കൂടി ബിന്യാമീനെ കൂടി കൊണ്ടുവരണേ എന്ന് പറയുന്നിറങ്ങാണ്. കാല തൂനി ബി അഖിൻ ലക്കും, അവിടെ ബി അഹിൻ എന്നതും മജ്റൂർ ബിൽ കസ്റത്താണ്. ഇവിടെ ഒന്നും ഇലാഫത്തില്ല. അപ്പൊ ഇലാഫത്തില്ലാത്ത 3 ഉദാഹരണങ്ങളാണ് ഖുർആനിൽ വന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ സാധാരണ പോലെ ഇറാബാണ്. വാവ് കൊണ്ട് റഫ്, അലിഫ് കൊണ്ട് നസ്ബ്, യാ കൊണ്ട് ജെറ് അല്ല.
ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി മൂന്നാമത്തേതായിരുന്നു മുത്തക്കല്ലിമിന്റെ യായിലേക്ക് ഇലാഫത്ത് ചെയ്തത്, അതേതാണ്? ഫലൻ അബ്രഹൽ ഹർല അത്തായ ഇദനലി അബി, എന്റെ പിതാവ് എനിക്ക് സമ്മതം. ഇന്നയുടെ ഖബറാണെന്നോ? ഇന്നയുടെ ഇതിപ്പോ പറഞ്ഞ ഏതാ? ഏത്? ഇന്ന ലഹു അബൻ അല്ലേ? ഇന്നയുടെ ഇസ്മ ഖബറല്ല. ലഹു എന്ന ജാറു മജ്റൂർ ഖബർ മുഖദ്ദമാണ്. അബൻ എന്നത് ഇസ്മു ഇന്ന മുഅഖറാണ്. അതാണ് ചോദിച്ചതെങ്കിലും. ഓക്കെ, ഇതും സൂറത്ത് യൂസുഫിൽ വന്നതാണ്. സഹോദരന്മാര് അവിടെ പോയി അവസാനം ബിനിയാമീനെ യൂസുഫ് നബി വിട്ടുകൊടുക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ മൂത്ത സഹോദരൻ പറഞ്ഞ, ഞാൻ അങ്ങോട്ട് വരൂല, എന്റെ പിതാവ് സമ്മതം തന്നിട്ടല്ലാതെ ഇനി അങ്ങോട്ട് ഞാനില്ല എന്ന് പറയുന്ന രംഗാണ്. ഫലൻ അബുറഹലി അബി, എന്റെ പിതാവ് എനിക്ക് സമ്മതം തരുന്നത് വരെ. അവിടെ അബി എന്നുള്ളത് ഫായിലാണ്, പക്ഷെ അത് മർഫൂം ബിൽ ലമ്മത്തിൽ മുഖദ്ദറയാണ്. എന്തുകൊണ്ട്? മുത്തക്കല്ലിമിന്റെ യായിലേക്ക് ഇലാഫത്ത് ചെയ്തു വന്നതുകൊണ്ട്. ഖാലത്ത് ഇന്ന അബി യദ്ഉക ലിയജ്സിയക അജ്റ മാ സഖൈത ലനാ, അത് മൂസാ നബിന്റെ നേരത്തെ മദിയനിൽ പോയ ആ സംഭവം പറഞ്ഞ ആ സഹോദരിമാര് പിതാവിന്റെ അടുക്കൽ പോയിട്ട് പിതാവിനോട് ഈ കാര്യം പറഞ്ഞപ്പം അവര് മൂസാ നബിയെ വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടി ആ സഹോദരിമാരെ വിട്ടപ്പോ ആ സഹോദരിമാര് വന്നിട്ട് അവരൊരാള് മൂസാ നബിയോട് പറയുന്ന രംഗാണ്, നിങ്ങളെ വിളിക്കുന്നുണ്ട് വാപ്പ, ഞങ്ങൾക്ക് ഇതൊക്കെ വെള്ളമൊക്കെ കോരി തന്നതിന്റെ കൂലി തരാന്ന് പറയുന്ന ചരിത്രം പറയാതാലും. കാലത്ത് ഇന്ന അബി, തീർച്ചയായും എന്റെ പിതാവ് യദ്ഉക, നിങ്ങളെ വിളിക്കുന്നുണ്ട് എന്നാ പറയുന്നത്. അവിടെ ഇന്നയുടെ ഇസ്മാണ് അബി. അബി എന്നുള്ളത് ഇസ്മു ഇന്ന മൻസൂബും ബിൽ ഫതഹത്തിൽ മുഖദ്ദറ എന്നാ പറയാ. കാരണം അത് മുത്തക്കല്ലിമിന്റെ ആയിലേക്ക് ഇലാഫത്ത് ചെയ്തു വന്നു. കാല റബ്ബി അഗ്ഫിർലി വലി അഖി, മൂസാ നബി അലൈഹി ഇസ്ലാം ഹാറൂൻ നബി ചേർത്തുകൊണ്ട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണിത്. എനിക്കും എന്റെ സഹോദരൻ നീ പുറത്തു തരണമേ. വലി അഹി, എന്റെ സഹോദരൻ. അവിടെ ലി എന്നത് വന്നു, അഹി എന്നത് മജ്റൂർ, പിന്നെ അഹി എന്നത് മജ്റൂർ ആണ്. അത് എന്താണ്? റഷീദ ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ഒരു മിനിറ്റ് എന്തോ പറ്റത്. അപ്പൊ കാല റബ്ബി അഗ്ഫിർലി വലി അഹി, അവിടെ അഹി എന്നുള്ളത് മജ്റൂറാണ്, അത് ബിൽ കസ്റത്തിൽ മുഖദ്ദറയാണ്. കാരണം മുത്തക്കല്ലിമിന്റെ ആളിലേക്ക് ഇലാഫത്ത് ചെയ്തു വന്നു. അപ്പൊ മൂന്നെണ്ണവും ഞാൻ ഖുർആനിൽ ഉദാഹരണം പറഞ്ഞെന്ന് ഒന്നും കൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാനാണ്. അപ്പോ 3 രൂപത്തിൽ ആ അബ് അഹ് പോലത്തെ പദങ്ങൾ വരും. ഒന്ന് ഇലാഫത്ത് ഇല്ലാതെ അവിടെ സാധാരണ പോലെ ഇറാബ്, മറ്റൊന്ന് മുത്തക്കല്ലിമിന്റെ ആയിലേക്ക് ഇലാഫത്ത് ചെയ്തത് അവിടെ മുഖദ്ദറത്തായ ഇറാബ്, മുത്തക്കല്ലിമിന്റെ യാ അല്ലാത്തതിലേക്ക് ഇലാഫത്ത് ചെയ്ത് വന്നിട്ടുള്ള ഈ അസ്മാൽ ഹംസക്കാണ് വാവ് കൊണ്ട് റഫ്, അലിഫ് കൊണ്ട് നസ്ബ്, യാ കൊണ്ട് ജെറ് എന്നുള്ളത്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഓക്കെ ആണോ? അത് ആണെങ്കിൽ അത് കഴിഞ്ഞു. ഡൗട്ട് ഉണ്ടെങ്കിൽ ടൈപ്പ് ചെയ്ത് ചോദിക്കാവുന്നതാണ് പെട്ടെന്ന്. ഓക്കെ, എപ്പോ ചോദിച്ചാലും ഓർമ്മ വേണം. അസ്മാഉൽ ഖംസ എന്ന് പറയുമ്പോൾ വാവോണ്ട് റഫ്, അലിഫോണ്ട് നസ്ബ്, യാ കൊണ്ട് ജെറ്. ഇനി രണ്ടാമത്തെ മുസന്ന തസ്നിയ, അത് വലിയ പ്രയാസമല്ല. ഡെഫിനിഷൻ നഹുൽവാദിലൊക്കെ പറഞ്ഞ മാതല്ല അലാ ഷൈഇൻ ഇസ്നൈനി ബിസിയാദത്തി അലിഫിൻ വനൂനിൻ ഔ യാഉൻ വനൂനി എന്ന് പറഞ്ഞാൽ രണ്ടിന്റെ മേൽ അറിയിക്കുന്നത്. അറബി ഭാഷയുടെ മറ്റൊരു പ്രത്യേകതയാണല്ലോ ഈ പറഞ്ഞ ഡുവൽ ഫോം എന്നുള്ളത്. സാധാരണ ഏത് ഭാഷ എടുക്കുകയാണെങ്കിലും സിംഗുലർ പ്ലൂറൽ. എന്നാൽ അറബിയിൽ സിംഗുലർ പ്ലൂറലിന്റെ പുറമെ സിംഗുലർ കഴിഞ്ഞാൽ ഡുവൽ എന്നൊരു ഉണ്ട്. രണ്ടെണ്ണത്തിന് പ്രയോഗിക്കുന്ന പ്രയോഗം മുസന്ന, 2 വസ്തുക്കളുടെ മേൽ അറിയിക്കാൻ. കലമെന്ന് പറയുമ്പോൾ കലമാനി എന്ന് പറയും. അങ്ങനെ അലിഫുൻ നൂനുമോ അല്ലെ കലമേനി യാ ഉൻ നൂനുമോ സായിദിയാക്കിയിട്ട് 2 വസ്തുക്കളെ മേൽ അറിയിക്കുന്നതിനാണ് തസ്നിയ എന്ന് പറയുന്നത്. ഡെഫിനിഷൻ പിന്നെ ഇപ്പൊ കിതാബ് കിതാബാനിന്നോ കിതാബേനിന്നോ, കലമ് കലമാനി കലമേനി എന്നൊക്കെ പറയാം. ബാബ് ബാബാനി അല്ലെ ബാബേനി, ഇങ്ങനെ അലിഫുൻ നൂനും അല്ലെ യാ ഉൻ നൂനും സായിദിയാക്കിക്കൊണ്ട് 2 വസ്തുക്കൾക്ക് വേണ്ടി പറയാൻ ഉപയോഗിക്കുന്നതിനാണ് തസ്നിയ എന്ന് പറയാം. ഇനി ഇതിന്റെ ഏറാബാണ് ശ്രദ്ധിക്കേണ്ടത്. അസ്മാഉൽ ഹംസ ഇലാഫത്ത് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ മുത്തക്കല്ലിമിന്റെ അല്ലാത്തതിലേക്ക് ഇലാഫത്ത് ചെയ്യണം, അങ്ങനെ തന്നെ മനസ്സിലാക്കണം. ഞാൻ 3 കൃത്യമായിട്ട് പറഞ്ഞല്ലോ. മുത്തക്കല്ലിമിന്റെ യായിലേക്ക് ഇലാഫത്ത് ചെയ്യുന്നത്, മുത്തക്കല്ലിമിന്റെ അല്ലാത്തതിലേക്ക് ഇലാഫത്ത് ചെയ്യുന്നത്, പിന്നെ ഇലാഫത്ത് ഇല്ലാത്തത്. മുത്തക്കല്ലിമിന്റെ അല്ലാത്തതിലേക്ക് ഇലാഫത്ത് ചെയ്യുമ്പോൾ മാത്രമാണ് ആ പറയപ്പെട്ട ഫർഇയായ അലാമത്ത് വരും. മുസന്നയുടെ ഇറാബ് അലിഫ് കൊണ്ട് റഫ്, അലിഫ് കൊണ്ട് റഫ്. ഇപ്പൊ നജഹ ത്വാലിബാനി, ആ 2 വിദ്യാർത്ഥികൾ വിജയിച്ചു.
അവിടെ ത്വാലിബാനി എന്നത് ഫായിലാണ് മർഫൂഉൻ ബിൽ അലിഫി, കാരണം അത് മുസന്നയാണ്. അപ്പം അലിഫ് കൊണ്ടാണ് റഫ് കിട്ടുക. നസ്ബും ജെറും യാ കൊണ്ടാണ്, രണ്ടും യാ കൊണ്ടാണ്. റഅയ്തു ത്വാലിബൈനി സല്ലംതു അല ത്വാലിബൈനി. റഅയ്തുന്റെ മഫ്ഊലാണ് ഒന്നാമത്തത്, അല വന്നപ്പോൾ അതിന്റെ മജ്റൂറാണ്. റഫ് അലിഫ് കൊണ്ടും നസ്ബും ജെറും യാ കൊണ്ടും എന്നതാണ് തസ്നിയയുടെ ഇറാബ്. അപ്പം ഇറാബുൽ മുസന്ന നമ്മൾ എന്താന്ന് ചോദിച്ചാൽ അലിഫോണ്ട് റഫ്, യാ കൊണ്ട് നസ്ബ് ജെർ. മറക്കരുത്, ഓരോന്നും ഇങ്ങനെ ഓർമ്മ വേണേ. നേരത്തെ പറഞ്ഞ അസ്മാഉൽ ഖംസ വാവോണ്ട് റഫ്, അലിഫോണ്ട് നസ്ബ്, യാ ഓണ്ട് ജെർ. മുസന്ന അലിഫോണ്ട് റഫ്, യാ ഓണ്ട് നസ്ബും ജെറും. ഇനി അവിടെ ശ്രദ്ധിക്കേണ്ടത് തസ്നിയ അതുപോലെ ജമ്മു മുദക്കർ സാലിം ശേഷം വരുന്ന അതിനും ഇത് രണ്ടും ഇലാഫത്ത് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ മുലാഫായിട്ട് വരുമ്പോൾ ചിലർ തെറ്റിദ്ധരിക്കേണ്ട. ഇലാഫത്ത് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ മുലാഫിൻ ഇലൈഹി പരിഗണിക്കും. മുലാഫിന് ഇലാഫത്ത് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ മുലാഫായിട്ട് വന്നാൽ ശേഷം മുലാഫിലേന് മുലാഫായിട്ട് തസ്നിയയോ അല്ലെങ്കിൽ ജമ്മു മുദക്കർ സാലിം വരുന്നുണ്ട് അതോ വന്നു കഴിഞ്ഞാൽ നൂനിനെ കളയൽ നിർബന്ധമാണ്. നൂനെ കളഞ്ഞുകൊണ്ട് പറയണം. ഉദാഹരണം ഹാദാനി ബൈത്ത സെയ്ദിൻ, ഇത് രണ്ടും സെയ്ദിന്റെ രണ്ട് വീടുകളാണ്. ഇത് രണ്ടും സെയ്ദിന്റെ രണ്ട് വീടുകളാണ്. ഇവിടെ ബൈത്താ ഏറാബിൽ മാറ്റല്ലേ. ഏറാബ് എന്ത് തന്നെ നേരത്തെ നമ്മൾ പഠിച്ച അലിഫോണ്ട് റഫ്, യാ ഓണ്ട് നസ്ബ് ജെർ എന്നത് തന്നെ എന്ത് കളയും? നൂനെ കളയും. ഇവിടെ ബൈത്ത എന്നത് മുബ്തദയാണ്, അപ്പൊ റഫ് ആണ്, സോറി ഖബറാണ്. അപ്പൊ റഫ് ആണ്, റഫ് അലിഫോണ്ട് റഫ് കിട്ടി, അതുകൊണ്ട് ബൈത്താനി എന്നാ പറയേണ്ടത്. പിന്നെ നൂന് കളഞ്ഞത് എന്തുകൊണ്ട്? സെയ്ദിൻ എന്ന മുലാഫിൻ ഇലൈഹി വന്നപ്പോ നൂനെ കളഞ്ഞുകൊണ്ട് പറഞ്ഞു. ഖറഅതു കിതാബൈ മുഹമ്മദിൻ, മുഹമ്മദിന്റെ രണ്ട് പുസ്തകം ഞാൻ വായിച്ചു. അവിടെ കിതാബൈനി എന്നുണ്ടാവും, മഫ്ഊലായത് കൊണ്ട് യാ കൊണ്ട് നസ്ബാണ്. ഇറാബിൽ മാറ്റല്ല, നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. പക്ഷെ നൂനെ കളഞ്ഞത് മുഹമ്മദ് എന്ന മുലാഫ് ഇലൈഹി വന്നത് കൊണ്ടാണ്. കതബ്തു ബി കലമൈ ബഷീരിൻ, ബഷീറിന് രണ്ട് പേന കൊണ്ട് ഞാൻ എഴുതി. അവിടെ കലമൈനി എന്നുണ്ടാവും, ബി വന്നതുകൊണ്ട് യാ കൊണ്ട് ജെറാണ്, നൂന് കളഞ്ഞത് മുലാഫായിട്ട് വന്ന. അപ്പൊ ഏത് അത് അലിഫ് റഫിന്റെ സമയത്താവട്ടെ, നസ്ബിന്റെ സമയത്താവട്ടെ, ജെറിന്റെ സമയത്താവട്ടെ, ഏത് സമയത്താണെങ്കിലും ഇറാബ് നേരത്തെ പറഞ്ഞതുപോലെ അലിഫോണ്ട് റഫ്, യാ കൊണ്ട് നസ്ബ് ജെർ എന്നതിൽ വ്യത്യാസവുമില്ല. എന്നാൽ നൂനിനെ കളയൽ നിർബന്ധമാണ് മുലാഫായിട്ട് വന്നാൽ. ഇത്രയും കാര്യങ്ങളാണ് മുസന്നയെ കുറിച്ച് പറയാനുള്ളത്. ക്ലിയർ ആണോ? രണ്ടാമത്തെ ഫറഇയായതും കഴിഞ്ഞു. ഇതൊക്കെ ഉദാഹരണം വരുമ്പോൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയണം. ഓക്കെ, ഇനി ജംഉൽ മുദക്കർ സാലിമാണ്. ജമ്മ് മൂന്ന് തരത്തിലാണ് ജമ്മുള്ളത്. ഒന്ന് ജമ്മു തക്സീർ, രണ്ടാക്കി തിരിക്കുക. സത്യത്തിൽ രണ്ടാണ്, പിന്നെ രണ്ട് ഒന്നുകൂടി വിഭജിക്കുന്ന. ഒന്ന് തക്സീറിന്റെ ജമ്മ്, ഒന്ന് സാലിമായ ജമ്മ്. ഇതാ രണ്ട് തരത്തിൽ ജമ്മ് ആദ്യം വരാം. തക്സീറിന്റെ ജമ്മ് എന്ന് പറഞ്ഞാൽ മുഫ്രദിന്റെ രൂപത്തിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ ആ ജമ്മിനാണ് തക്സീറിന്റെ ജമ്മ്. കസറ എന്ന് പറഞ്ഞാൽ തന്നെ പൊട്ടുക എന്നാ, അങ്ങനെ പൊട്ടിക്കുന്ന ജമ്മ്. ഇപ്പൊ കിതാബിന്റെ ജമ്മ് കുത്തുബ് എന്നാ. ഇപ്പൊ കിതാബ് എന്ന അലിഫിന് അവിടെ കളഞ്ഞു, അപ്പൊ ഒരു മാറ്റം വന്നു, കുത്തുബ് എന്നായി. റജുലിൻ ജമ്മ് റിജാലാണ്, ഒരു അലിഫ് അവിടെ കൂടി. സഫീനത്തിന് ജമ്മ് സുഫിനാണ്, ഒരു യാ അവിടെ കുറഞ്ഞു. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ മുഫ്രദിന്റെ രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ വകഭേദം വരുത്തുകയാണെങ്കിൽ ആ ജമ്മാണ് തക്സീറിന്റെ ജമ്മ്. എന്നാൽ അങ്ങനെ പൊട്ടിക്കാത്ത ഒരു കുഴപ്പവും വരാത്ത ജമ്മിന് പറയുന്ന പേരാ സാലിമിന്റെ ജമ്മ്. സാലിം എന്ന് പറഞ്ഞാൽ തന്നെ രക്ഷപ്പെട്ടത്, സലീമ സാലിം രക്ഷപ്പെട്ടത്. അപ്പൊ രക്ഷപ്പെട്ട ജമ്മ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? മുഫ്രദിന്റെ രൂപത്തിൽ പാറ്റേണിൽ ഒരു വ്യത്യാസവും വന്നിട്ടില്ല, വേറെ കുറച്ച് ആഡ് ചെയ്ത് അവസാനം വന്നിക്കുന്നു, പക്ഷെ മുഫ്രദിന്റെ രൂപത്തിൽ മാറ്റല്ല. അങ്ങനെ വരുന്ന ജമ്മിനാ സാലിമിന്റെ ജമ്മ് എന്ന് പറയാം. ഈ സാലിമിന്റെ ജമ്മ് തന്നെ രണ്ട് തരത്തിലുണ്ട്. ജമ്മ് മുദക്കർ സാലിമുണ്ട്, ജമ്മ് മുഅന്നസ് സാലിമുണ്ട്. അത് രണ്ടും സാലിമിന്റെ ജമ്മാണ്, അതിന്റെ രണ്ടിനാണ്. അപ്പൊ ടോട്ടൽ പറയുമ്പോൾ ജമ്മു തക്സീർ, ജമ്മു മുദക്കർ സാലിം, ജമ്മു മുഅന്നസ് സാലിമിന് മൂന്നായിട്ട് പറയാൻ പറ്റും ജമ്മിന്. ഈ ജമ്മു മുദക്കർ സാലിം എന്ന് പറഞ്ഞാൽ വാവുൻ നൂനുമോ യാഉൻ നൂനുമോ അവസാനം വന്നിട്ട് പ്ലൂറലിന്റെ മേൽ അറിയിക്കുന്ന, രണ്ടിലധികം ഉള്ളതിന്റെ മേൽ അറിയിക്കുന്നതിനാണ് ജമ്മു മുദക്കർ സാലിം എന്ന് പറയാം. അപ്പൊ അത് മുഫ്രദിൽ മാറ്റല്ല, അവസാനം വാവും നൂനും വരും, അല്ലെ യാഉൻ നൂനും വരും. ഇപ്പൊ കാദിം, അത് കാദിമൂന്നോ അല്ലെ കാദിമീന്നോ. ജാലിസ് ജാലിസൂന്നോ ജാലിസീന്നോ. ആമില് ആമിലൂന്നോ ആമിലീന്നൊക്കെ പറയാം. ഇങ്ങനെ വരുന്ന വാവും നൂനുമോ അല്ലെ യാഉൻ നൂനുമോ കൊടുത്തുകൊണ്ട് ജമ്മാക്കുന്നതിനാണ് ജമ്മുൽ മുദക്കർ സാലിം എന്ന് പറയാം. ജമ്മുൽ മുദക്കർ സാലിമിന്റെ ഇറാബ് വാവ് കൊണ്ട് റഫ്, അസ്മാഉൽ ഖംസക്ക് പറഞ്ഞ പോലെ റഫ് വാവ് വേണ്ട. ഇപ്പൊ തഇബൽ ആമിലൂൻ,
ആ തൊഴിലാളികൾ നന്നായിട്ട് ക്ഷീണിച്ചു. അവിടെ തഇബ എന്നതിന്റെ ഫായിലാണ് ആമിലൂൻ. ആമിലൂൻ എന്നത് ഫായിലുൻ മർഫൂം ബിൽ വാവി ലി അന്നഹു ജംഉ മുദക്കർ സാലിം. നസ്ബും ജറും യാവ് കൊണ്ടാണ്. അക്രംതുൽ കാദിമീൻ, ജലസ്തു മഅൽ ജാലിസീൻ. അവിടെ കാദിമീൻ എന്നുള്ളത് മഫ്ഊലും ബിഹിയാണ്, യാവ് കൊണ്ട് നസ്ബ്. ജാലിസീൻ എന്നുള്ളത് മുലാഫുൻ ഇലൈഹിയാണ്, അതിന് യാവ് കൊണ്ട് ജറ്. അപ്പൊ നസ്ബും ജറും യാവ് കൊണ്ട് തസ്നിയെ പോലെ, വാവ് കൊണ്ട് റഫും. അപ്പൊ ജംഉ മുദക്കർ സാലിമിന്റെ ഇറാബ് എന്താണെന്ന് ചോദിച്ചാൽ എപ്പോഴും ഓർമ്മ വേണം, വാവ് കൊണ്ട് റഫ്, യാവ് കൊണ്ട് നസ്ബും ജറും. ഇപ്പൊ മൂന്നെണ്ണം നമ്മൾ പറഞ്ഞത്. ഒന്ന് അസ്മാഉൽ ഖംസ, അതിന് വാവ് കൊണ്ട് റഫ്, അലിഫ് കൊണ്ട് നസ്ബ്, യാവ് കൊണ്ട് ജറ്. രണ്ട് തസ്നിയ, അതിന് അലിഫ് കൊണ്ട് റഫ്, യാവ് കൊണ്ട് നസ്ബും ജറും. മൂന്ന് ജംഉ മുദക്കർ സാലിം, വാവ് കൊണ്ട് റഫ്, യാവ് കൊണ്ട് നസ്ബും ജറും. അവിടെ നേരത്തെ പറഞ്ഞു എന്ത് വേണം, ഈ പറയപ്പെട്ട മുലാഫായിട്ട് വരുമ്പോ നൂനെ കളയൽ നിർബന്ധമാണ്. ഇനി കൂട്ടത്തില് ജംഉ മുദക്കർ സാലിമാക്കുന്നത് രണ്ടു കാര്യങ്ങളാണ്. ഒന്ന് അലമുൽ മുദക്കർ ആക്കിൽ ബി ഷർത്തി ഖുലുവിഹി മിന താഇ വ മിന തർക്കീബ്. മുദക്കറായ ആക്കിലിനുള്ള, ഐറാക്കിൽ അല്ല, ആക്കിലിനുള്ള മുദക്കറായ അലമാണ് ജംഉ മുദക്കർ സാലിമാക്കുന്ന ഒന്ന്. അത് തന്നെ അത് എന്തുണ്ടാവാൻ പറ്റൂല, താ വരരുത്, മുറക്കബാവരുത്. മുറക്കബായിട്ട് വരുന്ന പേരുകൾ ഉണ്ടല്ലോ, അങ്ങനെ തർക്കീബ് മുറക്കബായ പേരാവരുത്, താവും ഉണ്ടാവരുത്. അത് രണ്ടുമല്ലാത്ത ആക്കിലായ മുദക്കറായ ഏത് അലമിനെയും ജംഉ മുദക്കർ ആക്കാൻ പറ്റും. ഇപ്പൊ അഹ്മദ്, സയ്യിദ്, ഖാലിദ് ഇതൊക്കെ എന്താണ്, അലമാണ്, മുദക്കറാണ്, ആക്കിലുള്ളതാ, ഇതിൽ താ ഇല്ല, മുറക്കബല്ല. ഇതൊക്കെ നമുക്ക് അഹ്മദൂൻ, സഈദൂൻ, ഖാലിദൂൻ എന്നൊക്കെ ജമ്മാക്കാൻ പറ്റും. ജമ്മാക്കുന്ന ഏതെന്ന് പറയുന്നല്ലോ. എന്നാൽ സൈനബ് അത് ജംഉ മുദക്കർ സാലിമാക്കൂല, കാരണം അത് മുഅന്നസായ അലമാണ്, മുദക്കറല്ല. ദാഹിസ്, ഒരു കുതിരയുടെ, നമ്മൾ ദാഹിസ് വൽ ഖബ്റ എന്നൊക്കെ പഠിച്ചില്ലേ, കുതിരയുടെ പേരാണ്. ദാഹിസ് എന്നത് ഐറാക്കിലാണ്. ഹംസ അതിൽ താ ഉണ്ട്. സീബവൈഹി അത് മുറക്കബാണ്. അപ്പൊ അങ്ങനെ വരുന്ന പദങ്ങളൊന്നും എന്താക്കൂല, ജംഉ മുദക്കർ സാലിമാക്കൂല. അപ്പൊ അലമിന്റെ കൂട്ടത്തിൽ ആക്കിലായ മുദക്കറിന്റെ അലമാണ്, താओ അല്ലെങ്കിൽ മുറക്കബോ ആവരുത് എന്ന കണ്ടീഷൻ. ഇതാണ് ഒന്ന്. മറ്റൊന്ന് സിഫത്തിന്റെ കൂട്ടത്തിൽ ഒരു വിശേഷണമായിട്ട് വരുന്ന, ആ വിശേഷണം എന്താക്കണം, ആക്കിലായ മുദക്കറിന് വരുന്ന സിഫത്തായിരിക്കണം. അവിടെയും താ ഉണ്ടാവരുത്, താ ഉണ്ടാവരുത്. എന്നാൽ താ സ്വീകരിക്കാൻ പറ്റുന്നതായിരിക്കും. അങ്ങനെ പറഞ്ഞാൽ മുഅന്നസ് ആക്കുമ്പോൾ താ വരുന്നതായിരിക്കണം. ചില സിഫത്തുണ്ട് മുഅന്നസും മുദക്കറും ഒരുപോലെ, താ ഒന്നും വേണ്ട, അങ്ങനെയുള്ളത് ജംഉ മുദക്കർ സാലിമാക്കൂല. അല്ലെങ്കിൽ തഫ്ലീലിനെ അറിയിക്കണം. ഒന്നുകൂടി ശ്രദ്ധിക്കാം, ആക്കിലായ മുദക്കറിന്റെ സിഫത്താണ്, ഇതാണ് കണ്ടീഷൻ. പിന്നെ എന്തൊഴിവാണ്, താ ഉള്ള സിഫത്താവരുത്. താ ഉള്ള ആർക്കായി പോവും, മുഅന്നസിൻ്റെതായി പോലെ. എന്നാൽ താ സ്വീകരിക്കാൻ പറ്റുന്നതാവണം എന്ന് പറഞ്ഞാൽ ചില സിഫത്തുകൾ ഉണ്ട്. ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും, മുദക്കറും മുഅന്നസും ഒരുപോലെ ഉള്ളത്. അങ്ങനെ തായിനെ സ്വീകരിക്കാത്തതാണെങ്കിൽ എന്താവണം, തഫ്ലീലുള്ളതായിരിക്കണം. ഉദാഹരണം പറയാം, ആലിം, കാത്തിബ്, അഫ്ളൽ. ആലിം എന്നുള്ളത് സിഫത്താണല്ലോ, ആ കാത്തിബും ഒക്കെ മുദക്കറായ ആക്കില്ല സിഫത്താണ്, അതിൽ താ ഇല്ല. എന്നാൽ ആലിമത്ത്, കാത്തിബത്ത് താ കൊടുത്തുകൊണ്ട് പറയാലോ, ഓക്കെ. അഫ്ളലോ അതും എന്താണ്, മുദക്കറായ ആക്കില്ല സിഫത്താണ്. പക്ഷെ അഫ്ളലത്ത് തായിനെ സ്വീകരിക്കോ, ഇല്ല, തായിനെ സ്വീകരിച്ചില്ല, കുഴപ്പമില്ല, തഫ്ലീലാക്കുമല്ലോ, ഫുദുലാന്ന് വരൂലേ. അങ്ങനെ തഫ്ലീലിന് ഉപയോഗിക്കുന്ന ആയാൽ മതി, അല്ലെങ്കിൽ തായിനെ സ്വീകരിക്കുന്ന ആയാൽ മതി, താ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയുള്ള ആക്കിലായ മുദക്കറിൻ്റെതാണ് ജംഉ മുദക്കർ സാലിമാക്കുക. അപ്പൊ ഉദാഹരണം പറയാം, ഈ പറയപ്പെട്ട ഹാഇദ് അതൊരിക്കലും എന്താക്കൂല, ജംഉ മുദക്കർ സാലിമാക്കൂല. കാരണം അത് മുദക്കറിന്റെ സിഫത്തല്ല, മുഅന്നസിന്റെ സിഫത്താണ്. സാബിക്ക് അതൊരു കുതിരയുടെ സിഫത്താണ്, ആക്കിലല്ല. അല്ലാമത്ത്, അല്ലാമത്തു എന്ന് പറയൂല, കാരണം അല്ലാമത്ത് മുദക്കറിന്റെ സിഫത്താണ്. വലിയ പണ്ഡിതൻ അല്ലാമ എന്ന് പറയല്ലോ, പക്ഷെ അത് താ ഉള്ളതാണ്. സ്വബൂർ താ ഉള്ളതല്ല, മുദക്കറിന്റെ ആക്കിലിന്റെ ഒക്കെ സിഫത്താണ്. പക്ഷെ സ്വബൂർ എന്ന് പറയുന്നത് മുഅന്നസും മുദക്കറും ഒരുപോലെ വരുന്നതാണ്. കത്തീല്, സ്വബൂർ പോലത്തെ പദങ്ങൾ അങ്ങനെയുള്ളതും എന്താക്കൂല, ജംഉ മുദക്കർ സാലിമാക്കൂല എന്ന്. ഇത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും പഠിക്കുമ്പോൾ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ജംഉ മുദക്കർ സാലിമിന് വാവ് കൊണ്ട് റഫ്, യാ കൊണ്ട് നസ്ബ്, ജറ് എന്നുള്ളതാണ്. പിന്നെ നേരത്തെ ഏതിൽ പറഞ്ഞ, തസ്നിയയിൽ പറഞ്ഞ മുലാഫായിട്ട് വരുമ്പോൾ നൂനിനെ കളയണം എന്നുള്ളത് ഇവിടെയും നിർബന്ധമാണ്. ജാ ആമിലുൽ മസ്നഇ, തൊഴിലാളികൾ വന്നു, ആ ഫാക്ടറിയിലെ തൊഴിലാളികൾ. ആമിലൂനാന്നുണ്ടാകും. അത് ആമിലു എന്നത് ഫാഇലും മർഫൂം ബിൽ വാവാണ്, അത് നൂനെ കളഞ്ഞൊരു ഇളാഫത്ത് ആയതുകൊണ്ടാണ്. റഅയ്തു മുസ്ലിമീ കേരള, അവിടെ മഫ്ഊലും ബിഹിയാണ്, യാ കൊണ്ട് നസ്ബാണ്.
നൂനെ കളഞ്ഞത് മുലാഫായപ്പോൾ. ദഹബത്തുല ആലിമിൽ മദീന, പട്ടണത്തിലെ പണ്ഡിതന്മാരുടെ അടുക്കലൊക്കെ ഞാൻ പോയി. ആലിമി എന്നത് മജ്റൂറും ബിൽ യാ ആണ്. നൂനെ കളഞ്ഞത് ഇവിടെയൊക്കെ മുലാഫായിട്ട് വന്നത് കൊണ്ടാണ്. ഇതെപ്പോഴും ഓർക്കണം. തസ്നിയയിലും ജമ്മു മുദക്കർ സാലിമിലും നൂനെ കളൽ നിർബന്ധമാണ് ഇലാഫത്തിന്റെ സമയത്ത്. പലപ്പോഴും അത് ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് എന്ത് കൊടുക്കാം, നൂൻ ഉള്ളതും നൂൻ ഇല്ലാത്തതും ജെറ് യാ ഉള്ളതും അലിഫ് ഉള്ളതും ഒക്കെ കൊടുക്കും. അപ്പൊ കൺഫ്യൂഷൻ ആവരുത്. അതൊക്കെ ശ്രദ്ധിച്ചിട്ടേ ആൻസർ ചെയ്യാൻ പറ്റൂ. ക്ലിയർ ആയോ? ഇത്ര ജമ്മു മുദക്കർ സാലിമിലുള്ളൂ. 3 കഴിഞ്ഞു. ഓർക്കണേ, അസ്മാഉൽ ഖംസ ഏതൊക്കെയാന്ന് പഠിച്ചു. വാവോണ്ട് റഫ്, അലിഫോണ്ട് നസ്ബ്, യാ ഓണ്ട് ജെറ്. തസ്നിയ അതിന് അലിഫോണ്ട് റഫ്, യാ ഓണ്ട് നസ്ബ് ജെറ്. ജമ്മു മുദക്കർ സാലിം വാവോണ്ട് റഫ്, യാ ഓണ്ട് നസ്ബ് ജെറ്. ഓക്കെ. ഇനി 4ാമത്തെ ഒന്നും കൂടി ആ അസ്സാബിഖൂനൽ അവ്വലൂൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഖുർആനില്. ആ അവിടെ സാബിഖ് എന്നുള്ള വേറെ വാക്കാണ്. അത് ഇവിടെ സാബിഖ് എന്ന് പറഞ്ഞല്ലോ കഴിഞ്ഞ സ്ലൈഡില്. മനസ്സിലായില്ല? സാബിഖ് എന്നുള്ളത് ജമ്മു മുദക്കർ സാലിം ആക്കിയിട്ട് ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ സ്ലൈഡില്. ഞാനവിടെ പ്രത്യേകം ബ്രാക്കറ്റ് കൊടുത്തിരുന്നു. അവിടെ സാബിക്ക് ഞാൻ ഇവിടെ ഉപയോഗിച്ചത് സിഫത്തുൻ ലി ഫറസിൻ. മറ്റേത് അങ്ങനെയല്ല. അത് വേറെ വാക്കാണല്ലേ? അതെ അതെ, അതൊരു ഫർസിന്റെ. നമ്മളിപ്പോ ഒരു കുതിരക്ക് നമ്മൾ സാബിക്ക് എന്ന് പറയുകയാണെങ്കിൽ അവിടെ സാബിക്കുന ഉപയോഗിക്കില്ല. മനുഷ്യൻ ഉപയോഗിച്ചാൽ പറ്റൂന്ന്. സാബിക്ക് നമ്മൾ പദത്തിലേക്ക് നോക്കുമ്പോ ആക്കിൽ നിന്ന് ഇതാക്കാൻ പറ്റൂല. ഓക്കെ, ചോദിക്കാൻ അവസാനം വേണേ സമയം തരട്ടോ എല്ലാവർക്കും. ജമ്മു മുഅന്നസ് സാലിം 4ാമത്തത്. നേരത്തെ പറഞ്ഞ സാലിമിന്റെ ജമ്മിൽ പെട്ടതെന്ന് പറഞ്ഞാൽ മുഫ്രദിന്റെ രൂപത്തിൽ മാറ്റം ഉണ്ടാവൂല. അലിഫും താവും അവസാനത്തിൽ വരുന്നതാണ്. അലിഫും താവും അവസാനത്തിൽ സായിദയാക്കി കൊണ്ടുവരുന്ന സിഫത്തുകൾ മുസ്ലിമത്ത്, മുസ്ലിമാത്ത്, സാധാരണ അറിയുന്ന കാത്തിബത്ത്, കാത്തിബാത്ത്, സ്വാലിഹത്ത്, സ്വാലിഹാത്ത് എന്ന് പറയുന്ന അലിഫും താവും സായിദയായിട്ട് വരുന്ന ജമ്മുകൾക്കാണ് ജമ്മു മുഅന്നസ് സാലിം എന്ന പേര് പറയുന്നത്. ഇതിന്റെ ഏറാബ് ശ്രദ്ധിക്കേണ്ടത്, ലമ്മത്ത് കൊണ്ട് റഫ് അവിടെ വ്യത്യാസമല്ല. ഫറഇയായ ഇറാബിന്റെ അലാമത്തിൽ വരുന്ന എല്ലാം മാറണമെന്നില്ല. ഏതെങ്കിലും ഒരു ഇറാബിൽ വ്യത്യാസം വന്നാൽ അത് ഇറാബുൽ ഫറഇയിൽ വരും. അത് ലമ്മത്ത് കൊണ്ടാ റഫ്, അവിടെ മാറ്റല്ല. ഇപ്പൊ ദഹബത്തിൽ മുസ്ലിമാത്തു, ബാങ്ക് ഇവിടെ കേൾക്കുന്നില്ല കേട്ടോ, അതുകൊണ്ട് എനിക്ക് പറയുന്നതിന് കുഴപ്പമില്ല. ഓക്കെ, ദഹബത്തിൽ മുസ്ലിമാത്തു, മുസ്ലിങ്ങളായ സ്ത്രീകൾ പോയി. അവിടെ മുസ്ലിമാത്ത് എന്നത് ഫാഇലും മർഫൂഉം ബിൽ ലമ്മത്തി. നസ്ബ് കസ്റത്ത് കൊണ്ട്, അതാ ശ്രദ്ധിക്കേണ്ടത്. നസ്ബിലാണ് മാറ്റം, അത് സാധാരണ ഫതഹത്ത് കൊണ്ടാണ്. എന്നാൽ ജമ്മു മുഅന്നസ് സാലിമിന് കസ്റത്ത് കൊണ്ടാണ്. ഹന്നഅത്തുൽ കാത്തിബാത്തി, ആ എഴുത്തുകാരികളായ സ്ത്രീകളെ ഞാൻ പ്രശംസിച്ചു. ഹന്നഅത്തു അൽ കാത്തിബാത്തി, അൽ കാത്തിബാത്തി മഫ്ഊലുൻ ബിഹി മൻസൂബുൻ ബിൽ കസ്റത്തി. ജറും കസ്റത്ത് കൊണ്ട് തന്നെ, അതിലും മാറ്റമില്ല. അപ്പൊ മാറ്റം വരുന്ന ഏതിൽ മാത്രമാണ്? നസ്ബിൽ മാത്രം. അപ്പൊ ജമ്മു മുഅന്നസ് സാലിമിന്റെ ഇറാബ് ചോദിച്ചാൽ ലമ്മത്ത് കൊണ്ട് റഫ്, കെസ്റത്ത് കൊണ്ട് നസ്ബ് ജറ്. ലമ്മത്ത് കൊണ്ട് റഫ്, കെസ്റത്ത് കൊണ്ട് നസ്ബ് ജറ് എന്നുള്ളതാണ് ജമ്മുൽ മുഅന്നസ് സാലിമിന്റെ ഇറാബ്. അപ്പൊ 4 ഒന്നുകൂടി ഓർക്കണം. അസ്മാഉൽ ഖംസ വാവ് കൊണ്ട് റഫ്, അലിഫ് കൊണ്ട് നസ്ബ്, യാ കൊണ്ട് ജറ്. മുസന്ന അലിഫ് കൊണ്ട് റഫ്, യാ കൊണ്ട് നസ്ബ് ജറ്. ജമ്മു മുദക്കർ സാലിം വാവ് കൊണ്ട് റഫ്, യാ കൊണ്ട് നസ്ബ് ജറ്. ജമ്മു മുഅന്നസ് സാലിം ലമ്മത്ത് കൊണ്ട് റഫ്, കസ്റത്ത് കൊണ്ട് നസ്ബ് ജറ്. ഇനി ജമ്മു മുഅന്നസ് സാലിം ആക്കുന്നത് പ്രധാനമായിട്ടും 10 കാര്യങ്ങളാണ്. ഒന്ന്, മുഅന്നസ് ആയ ഒരു അലം, ഒരു സ്ത്രീയുടെ പേരാണ്. ഫാത്തിമ, മറിയം, അതൊക്കെ ഫാത്തിമാത്ത്, മറിയമാത്ത് നോക്കാം മുഅന്നസിന്റെ അലം. മറ്റൊന്ന് താഉത്തൈനീസ് കൊണ്ട് അവസാനിപ്പിച്ചത്. താഉത്തൈനീസ് കൊണ്ട് അവസാനിപ്പിച്ച അലമൊന്നല്ല. ഇപ്പൊ ഷജറത്ത്, വറക്കത്ത് ഒക്കെ താഉത്തൈനീസ് ഉണ്ട്, മുഅന്നസിന്റെ താ ഉണ്ട്. അങ്ങനെ വന്നതും ജമ്മു മുഅന്നസ് സാലിം ആക്കിയിട്ട് ഉപയോഗിക്കാം. ഇതിങ്ങനെ പറഞ്ഞു പോകുന്നതല്ല, ശ്രദ്ധിക്കാം. സിഫത്തുൽ മുഅന്നസ്, മുഅന്നസ് ആയതിന്റെ സിഫത്ത്, ഒരു സ്ത്രീക്ക് ഉപയോഗിക്കുന്ന സിഫത്ത്, അവിടെ കണ്ടീഷൻ താ ഉള്ളതായിരിക്കണം, അല്ലെ തഫ്ലീൽ വരണം. ഒന്നെങ്കിൽ താഇനെ അറിയിക്കണം, അല്ലെ തഫ്ലീൽ വരണം. ഉദാഹരണം പറയാം, ലാഹിബത്ത് താ ഉള്ളതാണ്. ഇപ്പൊ നേരത്തെ ഹാഇൽ എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു, അത് മുഅന്നസിന്റെ സിഫത്താ. പക്ഷെ ഹാഇലാത്ത് എന്ന് പറയൂല. കാരണം അതെന്തായതുകൊണ്ട്? താ ഇല്ലാത്തതായതുകൊണ്ട്. താ വേണം, അല്ലെങ്കിൽ
തഫ്ലീൽ ഫുദല എന്ന് പറഞ്ഞാൽ അഫ്ലലിന്റെ മുഅന്നസാണ്, തഫ്ലീലിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പൊ ഫുദലയാത്ത്, ദാഹിബാത്ത് എന്ന് പറയാം. അങ്ങനെ മുഅന്നസിന്റെ സിഫത്ത് ഒന്നെങ്കിൽ താ വേണം, അല്ലെങ്കിൽ തഫ്ലീൽ അറിയിക്കണം. 4 ഗൈറ് ആക്കില് മുദക്കറാണ്, പക്ഷെ ഗൈറ് ആക്കില് അങ്ങനെയുള്ളതിന്റെ സിഫത്ത്. നേരത്തെ നമ്മൾ സാബിക്കൊക്കെ പറഞ്ഞില്ലേ, അതൊരു ഗൈറ് ആക്കിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ ജമ്മ് മുഅന്നസ് സാലിമായിട്ടാണ്. അപ്പൊ ജബലുൻ ഷാഹിക്കുൻ ഉയർന്ന പർവ്വതം എന്നാണ്. അപ്പൊ ജിബാലുൻ ഷാഹിക്കാത്തു എന്ന്, ഷാഹിക്കുൻ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അതിൽ മുദക്കറിന്റെ സിഫത്താണ്. ജബൽ എന്നത് അതിന്റെ സിഫത്തായിട്ട് ഷാഹിക്കുൻ, പക്ഷെ അത് ജമ്മാക്കുമ്പം ഷാഹിക്കാത്ത് എന്ന് പറയണം ഗൈറ് ആക്കിലിന്റെ കൂടെ. 5 3ൽ കൂടുതൽ അക്ഷരങ്ങളുള്ള മസ്ദർ. ഇപ്പൊ സുലാത്തി മസീദിയുടെ ഒക്കെ മസ്തറുകൾ 3ൽ കൂടുതൽ അക്ഷരങ്ങൾ, ഇതിന്റെ മസ്തറുകൾ, അത് പലപ്പോഴും ശ്രദ്ധിക്കേണ്ട, പരീക്ഷയ്ക്ക് വരാറുണ്ട് അത്. ഇപ്പൊ ഇക്രാമിന്റെ ജമ ഇക്രാമാത്ത്, തൈരീഫ് തൈരീഫാത്ത്, അങ്ങനെയുള്ള തംബ്രീനാത്ത് എന്നല്ലേ നമ്മൾ പറയില്ല, തംബ്രീനാത്ത് നമ്മൾ എക്സസൈസ് ചെയ്യുന്നതിന്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള 3 അക്ഷരത്തിൽ കൂടുതലുള്ള മസ്തറുകളൊക്കെ ജമ്മാക്കുമ്പോൾ ജമ്മു മുഅന്നസ് സാലിമായിട്ട് ഉപയോഗിക്കും. അതുപോലെ ഗൈറ് ആക്കിലായ പദങ്ങളിൽ തസ്ഗീറാക്കുന്ന ഫുഐല് ഫുഐല് ഒക്കെ രൂപത്തിലേക്ക് ചെറുത് എന്ന അർത്ഥത്തിൽ വേണ്ടി, ഇപ്പൊ ബുനയ്യ എന്നൊക്കെ അങ്ങനെയുള്ളതാണല്ലോ. അപ്പൊ തസ്ഗീറാക്ക എന്ന് പറഞ്ഞാൽ ചെറിയ എന്ന അർത്ഥം സൂചിപ്പിക്കാൻ വേണ്ടി ഫുഐല് അല്ലെ ഫുഐല് വസനിലേക്ക് ആക്കുന്ന തസ്ഗീർ, അത് ഗൈറ് ആക്കിലായ മുദക്കറിന്റെ തസ്ഗീറും അങ്ങനെ ഉപയോഗിക്കും. ഇപ്പൊ ദുറൈഹിം ദിർഹമിന്റെ, കുത്തയ്യിബ് കിതാബിൻ്റെതാ, ചെറിയ ബുക്ക് കുഞ്ഞു ബുക്ക്, അങ്ങനെ പറയുമ്പോൾ കുത്തയ്യിബ്. അപ്പൊ അത് ജമ്മാക്കുമ്പോൾ കുത്തയ്യിബാത്ത്. കാരണം സത്യത്തിൽ മുദക്കർ ആണെങ്കിലും അത് മുസഗറാക്കി തസ്ഗീറാക്കി ഉപയോഗിക്കുന്നതാണ് ഗൈറ് ആക്കിലിന്റെ. അങ്ങനെയുള്ളതും ജമ്മാക്കുമ്പോൾ ജമ്മു മുഅന്നസ് സാലിമായിട്ട് ഉപയോഗിക്കും. 7 അലിഫു തഅനീസിൽ മംദൂദ, മംദൂദയുടെ അലിഫ് വരുന്ന സഹ്റാ ഖദ്റാ പോലെയുള്ള അലിഫു തഅനീസിൽ മംദൂദ വരുന്നത് സഹ്റാവാത്ത് ഖദ്റാവാത്ത് എന്ന രൂപത്തിൽ ഉപയോഗിക്കും. മക്സൂറയുടെ അലിഫു തഅനീസിൽ മക്സൂറ വരുന്നത് ദിക്റ മുസ്തശ്ഫ, അവിടെയൊക്കെ ദിക്റയാത്ത് മുസ്തശ്ഫയാത്ത് എന്ന് ഉപയോഗിക്കുന്നതൊക്കെ ജമ്മു മുഅന്നസ് സാലിമായിട്ട് ഉപയോഗിക്കും. 9 ഫെമിന ഏത് ഒരു ആജമിയായ പദം, ഒരു അനറബി പദം നമുക്ക് അതിന് മറ്റൊരു ജമ്മ അറിയപ്പെട്ടിട്ടില്ല എങ്കിൽ നമുക്കത് ജമ്മാക്കി ഉപയോഗിക്കണമെങ്കിൽ ജമ്മു മുഅന്നസ് സാലിമാക്കിയാണ് ഉപയോഗിക്കുക. ഇപ്പൊ തിൽഫൂൻ, ഫിത്താമീൻ, വിറ്റാമിൻ എന്നുള്ളതിനെ അറബിവൽക്കരിച്ചാണ്, തൈരീബാണ് സത്യത്തിൽ അത്, അതൊരു അറബി പദമല്ല. അങ്ങനെ വരുന്ന തൈരീബായിട്ട് ഉപയോഗിക്കുന്ന പദങ്ങളൊക്കെ നമ്മൾ ജമ്മാക്കുകയാണെങ്കിൽ ഫിത്താമീനാത്ത് എന്ന് ജമ്മു മുഅന്നസ് സാലിമാക്കിയിട്ട് ഉപയോഗിക്കും. ഇതൊക്കെയാണ് ജമ്മു മുഅന്നസ് സാലിമാക്കുന്നത്. മറ്റൊന്ന് താ ഉള്ള മുദക്കറായ അലം. ഇപ്പൊ ഹംസ ത്വൽഹ എന്നൊക്കെയുള്ള ഹംസാത്ത് ത്വൽഹാത്ത് എന്നൊക്കെ ഉപയോഗിക്കും. അത് താ ഉള്ള മുദക്കറിൻ്റെതും അങ്ങനെ ഉപയോഗിക്കാം. ഇതൊക്കെ ജമ്മു മുഅന്നസ് സാലിമേ വരൂ എന്നല്ല, ജമ്മു മുഅന്നസ് സാലിമാക്കിയിട്ട് ഉപയോഗിക്കാം. ഈ 10 അങ്ങനെ ഉപയോഗിക്കാവുന്നതാണ്. അതിന്റെ കൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ. പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒന്നും കൂടി ഓർക്കുക, അലിഫ് കൊണ്ട് ജമ്മു മുഅന്നസ് സാലിമിന്റെ ഇറാബ് ലമ്മത്ത് കൊണ്ട് റഫ്, കസ്റത്ത് കൊണ്ട് നസ്ബ് ജർ എന്നുള്ളതാണ്. കഴിഞ്ഞതൊരു പരീക്ഷയ്ക്ക് ഈ ഒരു നേരത്തെ പറഞ്ഞ 3ൽ കൂടുതൽ വന്നിട്ടുള്ള 3 അക്ഷരത്തിൽ കൂടുതലുള്ള മസ്തറിന്റെ ഒരു അതുമായി ബന്ധപ്പെട്ട ഒരു ജമ്മിന്റെ ചോദ്യം വന്നിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഇത് ആ കൂട്ടത്തിൽ ഒന്ന് ഓർമ്മിപ്പിച്ചത്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറയാനുള്ളത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ചോദ്യം കൂടി പറയുമ്പോൾ ഒരു ഐഡിയ കിട്ടും. 4 മറക്കരുത്. അസ്മാഉൽ ഖംസ ഫർഇയായ ഇറാബുകളാ പറഞ്ഞു വന്നത്. 7 എണ്ണത്തിനാണുള്ളത്. അതിൽ 4 എണ്ണമാണ് ഇന്ന് പഠിച്ചത്. ഒന്ന് അസ്മാഉൽ ഖംസ, വാവോണ്ട് റഫ്, അലിഫോണ്ട് നസ്ബ്, യാ ഓണ്ട് ജർ. 2 തസ്നിയ, അലിഫോണ്ട് റഫ്, യാ ഓണ്ട് നസ്ബ് ജർ. 3 പിന്നെ ജമ്മു മുദക്കർ സാലിം, അതിന് വാവോണ്ട് റഫ്, യാ ഓണ്ട് നസ്ബ് ജർ. ആ 2 എണ്ണത്തിനും നൂനിനെ കളയണം ഇളാഫത്തിന്റെ സമയത്ത്. അവസാനത്തെ ജമ്മു മുഅന്നസ് സാലിം അത് ലമ്മത്ത് കൊണ്ട് റഫ്, കസ്റത്ത് കൊണ്ട് നസ്ബ് ജർ. ആദ്യം പറഞ്ഞ അസ്മാഉൽ ഖംസക്ക് മുതകല്ലിമിന്റെ അല്ലാത്തതിലേക്ക് ഇളാഫത്ത് ചെയ്തു വരണം ഇറാബ് കിട്ടണമെങ്കിൽ എന്ന ഷർത്തുമുണ്ട്. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചാൽ ഇതുമായിട്ട് വരാവുന്ന ചോദ്യങ്ങളൊക്കെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇനി 3 എണ്ണം വരാനുള്ളത് മംനൂ മിന സർഫും മുഅത്തല്ലായ മുളാരിയായ ഫീലും അതുപോലെ തന്നെ പിന്നെ അസ്മാഉൽ അഫ്ആൽ ഖംസയുമാണ്. അതും കൂടി പഠിച്ചാൽ ഫർഇയായ ഇറാബ് കംപ്ലീറ്റ് കഴിയും. അതോടുകൂടി കൃത്യമായിട്ട് ഒരു വിധമൊക്കെ നമുക്ക് ആൻസർ ചെയ്യാനും പറ്റും. ധാരാളം ചോദ്യം ഇതുമായിട്ട് നേരിട്ട് ഇറാബ് ആയിരിക്കൂല ചോദിക്കാം, പക്ഷെ ഇത് അറിയുന്നവർക്ക് എഴുതാൻ കഴിയും. അങ്ങനെ അധികം വരാം. തസ്നിയന്റെ ഇറാബ് എന്തെന്ന് പറഞ്ഞ് വരാറില്ല, പക്ഷെ തസ്നിയ കൊടുത്തൊരു 4 ഓപ്ഷൻ കൊടുക്കും, അല്ലെങ്കിൽ നൂനിൽ കളയുന്ന സമയം കൊടുക്കും, ഇലാഫത്ത് ഉണ്ടാവും, അങ്ങനെ പല രൂപത്തിലും കൊടുക്കും. അപ്പൊ മനസ്സിലാക്കാൻ ഇപ്പൊ അതത് മഅദൂദ് ഇപ്പൊ സലാസത്ത് എന്നിട്ട്
അപ്പുറം കൊടുക്കും മസാജിദ, മസാജിദി, മസാജിദ് അങ്ങനെയാണ് കൊടുക്കും, മസാജിദിൻ. അപ്പൊ കൺഫ്യൂഷൻ ആവും. അപ്പൊ അവിടെ ഫറഇയായ ഇറാബായ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും 3 മുതൽ 10 വരെ ജമ്മാക്ക് ജെറ് ചെയ്യണം. മസാജിദി എന്ന് എഴുതി വെക്കും, അല്ലെ മസാജിദ്ദീൻ എന്ന് എഴുതി വെക്കും. പക്ഷെ മസാജിദ എന്നാണ് ഒക്കെ മംനു മിന സർഫിൽ വരുന്ന, അല്ലെങ്കിൽ ഈ പറയപ്പെട്ട ഫറഇയായ ഇറാബ് വരുന്നത് കൊണ്ടാണ്. അപ്പൊ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയാൽ ഒരുപാട് ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ അതും കൂടി മനസ്സിലാക്കുക. അപ്പൊ ചോദ്യങ്ങൾ വരുമ്പോൾ ഒന്ന് ക്ലിയർ ആവും. നിങ്ങൾ എല്ലാവരും ആൻസർ ടൈപ്പ് ചെയ്ത് ടെക്സ്റ്റ് ആയിട്ട് അയക്കുക ഇൻഷാ അല്ലാഹ്. അയച്ചോളൂ. എയും ഡിയും വന്നിട്ടുണ്ട്. എയും ബിയും വന്നു, ഡിയും വന്നു. സിക്ക് മാത്രം ആളില്ലാത്തെന്ന് തോന്നുന്നു. എസ് ഒക്കെ പറയുന്നുണ്ട്. ധാരാളം എസ് ഒക്കെ കൊടുക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. കറക്റ്റ് ആൻസർ ഒന്നാമത്തതാണ്. എന്താ അവിടെ സംഭവിച്ചത്? ഡി പറഞ്ഞവരും ബി പറഞ്ഞവർക്കൊക്കെ എന്ത് പറ്റി? ഉക്തുബ് എന്നത് ഫിയൽ അമ്രാണ്. അപ്പൊ അത് നീ എഴുതൂ. ഇനി വരുന്നത് മഫ്ഊലാണ്. മഫ്ഊല് വരുമ്പം മഫ്ഊല് നസ്ബാണ് വേണ്ടത്. ഇവിടെ ഫക്കറാത്ത് എന്നുള്ളത് ഫക്കറത്തിന് ജമ്മാണ് ഫക്കറാത്ത്, ജമ്മ് മുഅന്നസ് സാലിമാണ്. ജമ്മ് മുഅന്നസ് സാലിമിന് നസ്ബ് കെസ്റത്ത് കൊണ്ട് എന്നല്ലേ പഠിച്ചത്. അപ്പൊ സ്വാഭാവികമായിട്ടും കെസ്റാണ് നസ്ബിന്റെ സ്ഥാനത്ത് വരിക. അപ്പൊ 3ഉം 4ഉം അല്ല എന്ന് ഉറപ്പായി. 1ഓ 2ഓ ആണ് ഫക്കറാത്തി എന്ന് വന്നത്. ഇനി എന്തുകൊണ്ട് 2 പറഞ്ഞവർക്ക് തെറ്റിയ എന്താന്ന് പറഞ്ഞാൽ, ഫക്കറാത്തി എന്ന് കണ്ടപ്പം അതിന്റെ സിഫത്താണ് താലിയത്ത്. അപ്പൊ സിഫത്ത് മൗസൂഫിനോട് തുടരുമ്പോ തീ എന്ന് കണ്ടപ്പോ ഇവിടെ തീ കൊടുത്തു. പക്ഷെ അങ്ങനെയല്ല, സിഫത്ത് മൗസൂഫിനോട് തുടരും, ശരിയാണ്. മൗസൂഫിന്റെ ഇറാബ് എന്താ? നസ്ബാണ്. സിഫത്തിനും എന്ത് കൊടുക്കണം? നസ്ബ് കൊടുക്കണം. താലിയത്തിന് നസ്ബ് ഫതഹത്ത് കൊണ്ടാ താലിയത്ത് ജമ്മു മുഅന്നസ് സാലിം അല്ല. അപ്പൊ സാധാരണ പോലെ ഫതഹത്ത് കൊണ്ടാണ് നസ്ബ്. അപ്പൊ വരുമ്പോ ഫക്കറാത്തി താലിയത്താന്ന് പറയണം. ഇതുപോലെ മറ്റൊരു ഉദാഹരണം പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. ക്ലിയർ അല്ലേ? നമ്മൾ പഠിച്ചെന്താ? ജമ്മു മുഅന്നസ് സാലിമിന്റെ ഇറാബ് അല്ലേ കസ്റത്ത് കൊണ്ട് നസ്ബ് എന്ന്. ജമ്മു മുഅന്നസ് സാലിം അല്ലാത്തതിനും കൂടി നിങ്ങൾ എന്തിനാ ഇറാബ് കൊടുക്കാൻ പോയത്? ബി പറഞ്ഞവര്. 4 പറഞ്ഞവർക്ക് എന്ത് പറ്റി? ഫക്കറാത്താന്ന് എങ്ങനെ വരും? ജമ്മു മുഅന്നസ് സാലിം നമ്മൾ പഠിച്ചു അലിഫും താവും കൊടുത്ത് ജമ്മാക്കുന്നതാണ് എന്ന്. അപ്പൊ അതിന്റെ ഇറാബ് പഠിച്ച ഒരാൾക്ക് അത് തെറ്റരുത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സെക്കൻഡ് വൺ. ഓക്കെ, ശരിയായത് എ തന്നെയാണ്. കാരണം അവിടെ മുസ്ലിം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന് അല വന്നു, അപ്പൊ ജമ്മു മുദക്കർ സാലിമാണ്. ജമ്മു മുദക്കർ സാലിമിന് വാവ് കൊണ്ട് റഫും യാ കൊണ്ട് നസ്ബും ജെറും ആയതുകൊണ്ട് അല വന്നപ്പോ ജെറാണ്. അപ്പൊ യാ വരണം. അപ്പൊ 2ഉമല്ല 3ഉമല്ല. ആദ്യം ഒഴിവാക്കണം, നമുക്ക് ഒഴിവാക്കണം. അങ്ങനെ ആകുമ്പോൾ എളുപ്പമാണ്. ഇനി 1 ആണോ 4 ആണോ? 1ൽ നൂനില്ല, 4ൽ നൂനുണ്ട്. നമ്മൾ പഠിച്ച എന്താ? നൂൻ ഒഴിവാക്കേണ്ട ഇലാഫത്തിന്റെ സമയത്താണ്. ഇലാഫത്ത് ഇല്ലെങ്കിൽ നൂന് വേണം. അപ്പൊ ഇവിടെ വന്നത് മുലാഫ് ആയിട്ടാണോ അത് വരിക? അല്ലേ നോക്കണം. ഇവിടെ മുലാഫ് ആയിട്ടാണ് വരിക, കാരണം കറിയത്ത് എന്ന മുലാഫിന് ഇലൈഹിണ്ട്. അപ്പൊ നൂനെ കളയണം. അപ്പൊ ശരിയായത് ഒന്നാമത്തെ സല്ലം ത്വല മുസ്ലിമിൽ കറിയത്തി എന്നുള്ളതാണ്. മൂന്ന്. ഓക്കെ, സി ആണ്. ഇതും നേരത്തെ പഠിച്ച ജമ്മ് മുഅന്നസ് സാലിമിൽ പെട്ടതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും കെസ്റത്ത് കൊണ്ട് നസ്ബ് എന്നുള്ളതാണ് വരിക. അപ്പൊ ഇവിടെ ഷജറാത്തി എന്നുള്ളത് മൻസൂബിൽ കെസ്റത്തി എന്നാണ്. പിന്നെ 1 എന്തായാലും വരില്ല, താന്നാണ്. 2ഉം തെറ്റാണ്. 4ാമത്തിൽ തൻവീൻ വന്നു, അലിഫ്ലാം ഉള്ളപ്പം തൻവീൻ വരാൻ പാടില്ല. 3ആണ് ശരി. നാല്.
ഓക്കെ, ഫീഹി എന്ന് തന്നെയാണ്. കാരണം അദ്ദേഹത്തിന്റെ വായിൽ വെച്ചു കൊടുത്തു. ഫി എന്നുള്ളത് അസ്മാഉൽ ഹംസയിൽ പെട്ടതാണ്. അസ്മാഉൽ ഹംസക്ക് വാവോണ്ട് റഫ്ഉം അലിഫോണ്ട് നസ്ബും യാ കൊണ്ട് ജെറുമാണ്. ഇവിടെ ഫി എന്നുള്ളത് യാ കൊണ്ട് ജെറ് കിട്ടി. അത് ഫീഹി എന്നുള്ള രണ്ടാമത്താണ് ശരിയായത്. 5. ഓക്കെ, ദഹബ വലദ മുഹമ്മദിൻ എന്നാണ്. ഇവിടെ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാല് ആദ്യത്തെ രണ്ടെണ്ണം തസ്നിയാണ്, മൂന്നാമത്തത് ജമ്മു മുഅന്നസ് സാലിമാണ്, നാലാമത്തത് ജമ്മു മുദക്കർ സാലിമാണ്. ഇപ്പൊ ദഹബ എന്നാണ്, പോയി എന്നാണ്. ഇനി വരുന്നത് ഫായിലാണ്. ഫായിലിന് റഫ് ആണല്ലോ. ഇപ്പൊ മുഅല്ലിമാത്തി എന്ന് റഫിന് വരൂല, കാരണം ജമ്മു മുഅന്നസ് സാലിമിന് ലമ്മത്ത് കൊണ്ടാണ് റഫ്. മുഅല്ലിമി എന്ന് മുഅല്ലിം മൂന്നാണെങ്കിൽ അത് പറ്റിയായിരുന്നു, പക്ഷെ മുഅല്ലിമി എന്നാണ്, കാരണം ജമ്മു മുദക്കർ സാലിമിന് വാവ് കൊണ്ടാണ് റഫ്. അപ്പൊ 3ഉം 4ഉം അല്ല. ഇനി 1ഉം 2ഉം അലിഫ് കൊണ്ടാണ്, തസ്നിയക്ക് അലിഫ് കൊണ്ട് റഫ് 2ഉം വരും. അതിലേതാണ് ശരി? നേരത്തെ നമ്മൾ നോക്കിയതുപോലെ വലദാനിന്ന് വരെ ഇലാഫത്ത് ഇല്ലാത്തപ്പോഴാണ്, വലദാന്ന് വരെ ഇലാഫത്ത് ഉള്ളപ്പോഴാണ്. ഇവിടെ മുഹമ്മദിന്റെ 2 കുട്ടികൾ എന്ന് മുലാഫായിട്ട് വന്നപ്പോൾ നൂനെ കളികൾ നിർബന്ധമായതുകൊണ്ട് ഒന്നാമത്തത് ദഹബ വലദ മുഹമ്മദിൻ എന്നതാണ് ശരി. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. 6. ഓക്കെ, ശരിയായത് മർഫൂം ബിൽ വാവിലി അന്നഹു ഖബർ എന്നുള്ളതാണ്. ഇവിടെ 4 ഓപ്ഷനിൽ മർഫൂം ബിൽ വാവിലി അന്നഹു ഫായിൽ എന്നാണ്, ഫായിൽ അല്ല. മൻസൂബും ബിൽ വാവി എന്നാണ്, മൻസൂബ് അസ്മാഉൽ ഹംസക്ക് വാവ് കൊണ്ടല്ല നസ്ബ്. മജ്റൂർ ബിൽ വാവ് ഒക്കെ തെറ്റാണ്. മർഫൂം ബിൽ വാവ്, കാരണം വല്ലാഹു ദുൽ ഫദ്ലിൽ അലീം, വല്ലാഹു എന്നത് മുബ്തദയാണ്, ദു എന്നത് ഖബറാണ്, അത് വാവ് കൊണ്ട് റഫ് ആണ്. മർഫൂം ബിൽ വാവി ലി അന്നഹു ഖബറുൻ എന്നുള്ളതാണ് ശരിയായത്. 7. ഓക്കെ, എല്ലാവരും അയച്ചോളൂ. ശരിയായത് 2ആണ്, ബി ആണ്. എയും സിയും ഒക്കെ 1-2 ആളുകൾ അയച്ചിട്ടുണ്ട്, ശ്രദ്ധിക്കുക. കാരണം വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറ. അവിടെ അൽ-ളാലിമീൻ എന്നുള്ള ജമ്മ് മുദക്കർ സാലിമാണ്. ജമ്മ് മുദക്കർ സാലിമാകുമ്പോൾ സ്വാഭാവികമായിട്ടും യാ കൊണ്ട് നസ്ബോ ജറോ ആണ്, റഫ് അല്ല. അപ്പൊ മർഫൂൻ എന്ന് പറഞ്ഞത് തെറ്റാണ്. മൻസൂബുൻ എന്നോ അല്ലെ മജ്റൂർ എന്നോ വരേണ്ടത്. പിന്നെ ബാക്കി 2ഉം 3ഉം 4ഉം മൻസൂബുൻ എന്നും മജ്റൂർ എന്നാ വന്നത്. പക്ഷെ അവിടെ ഇറാബ് വാലിമീൻ എന്നുള്ളത് മഫ്ഊലും ബിഹിയാണ്. വലാ യസീദുൽ ളാലിമീന, അത് അക്രമികൾക്ക് വർദ്ധിപ്പിക്കുന്നില്ല, നാശമല്ലാതെ. അപ്പൊ യസീദുൽ ഫാഇൽ ഉണ്ട്, അത് ഫാഇൽ ലമീറാണ്. അൽ-ളാലിമീൻ എന്നതിന്റെ മഫ്ഊലും ബിഹി മൻസൂബായിട്ടാണ്. അപ്പോൾ ശരിയായത് മൻസൂബും ബിൽ യാഇ ലിഅന്നഹു മഫ്ഊലും ബിഹി എന്നുള്ളതാണ്. 8. ഓക്കെ, ബിയും ഡിയും സിയും ഒക്കെ സി ആണ് കൂടുതൽ. ശരിയായത് സി ആണ്. മൻസൂബ് ബിൽ കസ്റത്തി അലാ അന്നഹു മഫ്ഊലും ബിഹി സാലിസാണ്. കാരണം കദാലിക യുരീഹിമുല്ലാഹു അഅമാലഹും ഹസറാത്ത്, അള്ളാഹു അവരുടെ പ്രവർത്തനങ്ങളെ ഹസറാത്തായിട്ട് കാണിച്ചു കൊടുക്കും.
യുരി, അറ, യുരി. എറ എന്നുള്ളത് 2 മഫ്ഊൽ ഉണ്ടാവും. അത് അഫ്അല വസനിലേക്ക് അറ എന്നാക്കിയാൽ അത് 3 മഫ്ഊൽ വരും. അപ്പൊ അതിന്റെ അറ എന്നതിന്റെ മുളാരിയാണ് യുരി. യുരീഹിം, അവർക്ക് കാണിച്ചു കൊടുക്കും. ഹും അഹിം എന്നുള്ളത് 1-ാം മഫ്ഊലാണ്, അള്ളാഹു ഫായിലാണ്. അഅ്മാലഹും, അഅ്മാല എന്നത് 2-ാം മഫ്ഊലാണ്. ഹസറാത്തിൻ എന്നത് 3-ാം മഫ്ഊലാണ്. അപ്പം 3 മൻസൂബിൽ കെസ്റത്തി, അത് ജമ്മ് മുഅന്നസ് സാലിം ആയതുകൊണ്ട് കെസ്റത്ത് കൊണ്ട് നസ്ബാണ്. നേരത്തെ കെസ്റത്ത് പറഞ്ഞിരുന്നു ജമ്മു മുഅന്നസ് സാലിമിന് ലമ്മത്ത് കൊണ്ട് റഫ്ഉം കെസ്റത്ത് കൊണ്ട് നസ്ബും ജറുമെന്ന്. ഇത് നസ്ബാണ്, അത് കെസ്റത്ത് കൊണ്ട്, കാരണം മൻസൂബിൽ കെസ്റത്തി അലാ അന്നഹു മഫ്ഊലുൻ ബിഹി സാലിസ് എന്നുള്ളതാണ് ശരിയായത്. അഅ്മാലിന്റെ സിഫത്തോ അല്ലെങ്കിൽ 2-ാമത്തെ മഫ്ഊലോ ഒന്നുമല്ല, 3-ാം മഫ്ഊലാണ്. ഒൻപത്. ഓക്കെ, ബി ആണ്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. അബൂലഹബിന്റെ 2 കരങ്ങൾ നശിച്ചിരിക്കുന്നു എന്നാണ്. തബ്ബത്ത്, നശിച്ചു പോയിരിക്കുന്നു. അത് ഫിഅലാണ്. യദ് മുഅന്നസ് ആയതുകൊണ്ട് തബ്ബത്ത് എന്ന് പറഞ്ഞത്, മുഅന്നസാക്കി പറഞ്ഞത് തബ്ബ, തബ്ബത്ത്. അപ്പൊ യദാ എന്നെന്താണ്? ഫായിലാണ്, ഫായിൽ റഫ് ആണ്. യദാനി എന്നുണ്ടാവും. പിന്നെ എന്തുകൊണ്ട് നമ്മൾ പഠിച്ചല്ലോ യദാനി എന്നുള്ളത് നൂനെ കളയുന്നത് മുലാഫായിട്ട് വരുമ്പോഴാ അബൂലഹബിന്റെ കരങ്ങൾ. അപ്പൊ അബ് എന്ന മുലാഫുനിലേഹി വന്നത് കൊണ്ടാണ് യദാനി എന്നതിനെ നൂനെ കളഞ്ഞത്. അപ്പൊ യദാ എന്നുള്ളത് ഫായിലും മർഫൂം ബിൽ അലിഫാണ്, അലിഫ് കൊണ്ടാണ് അത്. പിന്നെ അബ് എന്നുള്ളത് അസ്മാഉൽ ഹംസയിൽപ്പെട്ടാണ്. മുലാഫിനിലേഹി ആയപ്പം അതിന് യാവ് കൊണ്ട് ജെറ് കിട്ടി. യാവ് കൊണ്ട് ജെറാവാൻ കാരണം അസ്മാഉൽ ഹംസയിൽപ്പെട്ടതാണ്. അത് മുത്തക്കല്ലിമിന്റെ യാ അല്ലാത്തയിലേക്ക് ഇലാഫത്ത് ചെയ്ത് വന്നിട്ടുണ്ട്. അതേതാണ് ലഹബ് എന്നുള്ളത്. അപ്പൊ അത് രണ്ടും യദ് എന്നുള്ളതും അബ് എന്നുള്ളതും അത് നേരത്തെ പഠിച്ച ഫറഇയായ അലാമത്തിൽപ്പെട്ടതാണ്. യദ് എന്നുള്ളത് മുസന്നയാണ്, അലിഫോൺ റഫ് കിട്ടി. അബ് എന്ത് അസ്മാഉൽ ഹംസയാണ്, യാ കൊണ്ട് ജെറും കിട്ടി. ഇവിടെ ചോദിച്ചത് യദിൻ്റെതാണ്. അപ്പൊ പെട്ടെന്ന് നൂന് കളയുന്നതൊന്നും മനസ്സിലാവൂല. അപ്പൊ അത് മുലാഫ് ആണ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം അത് ചെയ്യാൻ. അങ്ങനെയൊക്കെ ഉള്ളത് തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോൾ ഓർമ്മ ഉണ്ടാവും. 7 പഠിച്ചു കഴിഞ്ഞിട്ട് ഏതെങ്കിലും 1-2 ചോദ്യം പെട്ടെന്ന് നിങ്ങൾക്ക് തന്നാൽ അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കണം. എങ്കിലേ ആ രൂപത്തിൽ പഠിച്ചാലേ ഈ പറയപ്പെട്ട ഫർഇയായ ഇറാബ് നിങ്ങൾക്ക് ഉപകാരപ്പെടും. 10. യാ ഉഖ്ത ഹാറൂന മാ കാന അബൂക ഇംറഅ സൗഇൻ. എല്ലാരും ആൻസർ അയക്കണേ. ഓക്കെ, ശരിയായത് 2-മത്തെ തന്നെയാണ്. കാന അബൂക്കി. അവിടെ അബ് എന്നുള്ളത് അസ്മാഉൽ ഹംസയിൽ പെട്ടതാണ്. നേരത്തെ നമ്മൾ പഠിച്ച മുത്തക്കല്ലിമിന്റെ അല്ലാത്തയിലേക്ക് ഇലാഫത്ത് ചെയ്തു വന്നിട്ടുണ്ട്, ഷർത്ത് ഒത്തിട്ടുണ്ട്. അപ്പൊ കി എന്നുള്ളത് പിന്നെ ഈ പറയപ്പെട്ട മുത്തക്കല്ലിമിന്റെ അല്ലാത്തതാണ്. അപ്പൊ അബ് എന്നത് കാനയുടെ ഇസ്മ ആയതുകൊണ്ട് റഫ് വേണം. അസ്മാഉൽ ഹംസക്ക് വാവ് കൊണ്ട് റഫും അലിഫ് കൊണ്ട് നസ്ബും യാ കൊണ്ട് ജെറും എന്നാണ്. റഫിന്റെ സ്ഥാനത്ത് വന്നപ്പോൾ വാവ് കിട്ടി. അപ്പൊ ശരിയായത് മർഫൂ ബിൽ വാവി ലിഅന്നഹു ഇസ്മു കാന എന്നുള്ളതാണ്. അപ്പൊ ഇത്രയുമാണ്. ഒന്നും കൂടി ഞാൻ വീണ്ടും പറയാണ്. ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടി ഓർക്കണം. അസ്മാഉൽ ഹംസ അത് അബ്, അഹ്, ഹമ്, ഫൂദു തുടങ്ങിയതാണ്. അതിന് വാവ് കൊണ്ട് റഫും അലിഫ് കൊണ്ട് നസ്ബും യാ കൊണ്ട് ജെറുമാണ്. മുത്തക്കല്ലിമിന്റെ യായിലേക്ക് അല്ലാതെ ഇലാഫത്ത് ചെയ്തു വരണം എന്നുള്ളത് ഷർത്താണ്. ഇലാഫത്ത് ഇല്ലെങ്കിൽ സാധാരണ പോലെ ഇറാബാണ്. മുത്തക്കല്ലിമിന്റെ ആണിൽ മുഖദ്ദറത്തായ ഇറാബാണ്. തസ്നിയാണ് 2-മത് പഠിച്ചത്. അലിഫ് കൊണ്ട് റഫും യാ കൊണ്ട് നസ്ബും ജെറുമാണ്. ഇലാഫത്തിന്റെ സമയത്ത് നൂനെ കളയൽ നിർബന്ധമാണ്. ജമ്മു മുദക്കർ സാലിമാണ് 3-മതായി പഠിച്ചത്. വാവ് കൊണ്ട് റഫും യാ കൊണ്ട് നസ്ബും ജെറും എന്നുള്ളതാണ് അതിന്റെ ഇറാബ്. അവിടെ മുലാഫായിട്ട് വന്നാൽ നൂനെ കളയൽ നിർബന്ധമാണ്. 4-മത്തത് ജമ്മു മുഅന്നസ് സാലിമാണ്. ലമ്മത്ത് കൊണ്ട് റഫും കസ്റത്ത് കൊണ്ട് നസ്ബും ജെറും എന്നതാണ് പഠിച്ചത്. അത് പിന്നെ ഈ 4 എണ്ണമാണ് ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ബാക്കി മംനൂ മിന സർഫ് എന്ന് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഏരിയയും അതുപോലെ
അവസാനം മൊയ്ത്തല്ലായ മുലാരിയായ ഫീലും അഫ്ആൽ ഹംസയും കൂടി പഠിക്കാനുണ്ട്. പഠിച്ചത് കൃത്യമായിട്ട് ഓർത്തു വെക്കുക. വഅഖ്തതിമു കലാമി ബിഹാദ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വല്ലാഹു ദുൽ ഫദ്ൽ. വല്ലാഹു എന്നത് മുബ്തദയാണ്, ദു എന്നത് ഖബറാണ്. അപ്പൊ ഖബറിന് വാവ് കൊണ്ട് റഫ് കിട്ടി. ഫദ്ലി എന്നത് മുദാഫുൻ ഇലൈഹിയാണ്. അലീം എന്നതിന്റെ സിഫത്തുമാണ്.